കല്ലുവാതുക്കൽ സമുദ്രതീരം മതേതര വയോജന കേന്ദ്രത്തിൽ ഡോക്ടർ വസന്തകുമാർ സാംബശിവന്റെ കഥാപ്രസംഗം സംഘടിപ്പിച്ചു. ഓഗസ്റ്റ് 26 മുതൽ സെപ്റ്റംബർ 8 വരെ നടക്കുന്ന ഓണാഘോഷ പരിപാടിയായ ഓണോത്സവം 2025 10ാം ദിനത്തിലാണ് പരിപാടി നടന്നത്. ഇതിനോടനുബന്ധിച്ച് നടന്ന ചടങ്ങിൽ സമുദ്രതീരം ചെയർമാൻ റുവൽ സിംഗ് എം സ്വാഗതം പറഞ്ഞു. വ്യത്യസ്തമായ പരിപാടികൾ ഈ ഓഡിറ്റോറിയത്തിൽ നടന്നെങ്കിലും അതിൽ നിന്ന് വ്യത്യസ്തമായ പരിപാടിയാണെന്ന് ഇവിടെ നടക്കാൻ പോകുന്നത്. DTPCയുടെ നേതൃത്വത്തിൽ അവർ സ്പോൺസർഷിപ്പിൽ നടക്കുന്ന ഈ പരിപാടി നമുക്കറിയാം, കേരളത്തിലെ ഒരു മാറ്റത്തിന് വേണ്ടി കഴിഞ്ഞിട്ടുള്ളത് 2 കലാരംഗങ്ങളായിരുന്നു. ഒന്ന് കഥാപ്രസംഗവും ഒന്ന് നാടകവുമായിരുന്നു കേരളത്തിൻ്റെ ഓരോ മനുഷ്യനെയും മാറ്റിയെടുക്കുവാൻ കഴിഞ്ഞിട്ടുള്ളത്. അന്ന് ആ കാലഘട്ടങ്ങളിൽ സാംബശിവൻ സാറിൻ്റെ കഥാപ്രസംഗം കേൾക്കുവാൻ വേണ്ടി എല്ലാ ഉത്സവ പറമ്പുകളിലും ഒരു ഉത്സവത്തിൻ്റെ മേളമായിരുന്നു അക്കാലങ്ങളിൽ. അങ്ങനെ ഒരു മാറ്റമാണ് ഇന്ന് ഈ കാണുന്ന കേരളത്തെ ഈ നിലയിലേക്ക് എത്തിക്കുവാൻ കഴിഞ്ഞിട്ടുള്ളത്. സാംബശിവൻ സാറിന് ശേഷം സാറിൻ്റെ മകൻ്റെ പ്രവേശനം, ഡോക്ടർ വസന്തകുമാർ സാറിൻ്റെ കഥാപ്രസംഗങ്ങൾ നമുക്ക് പല വേദികളിലും എനിക്കും കേൾക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇന്ന് മലയാളികളുടെ ഇടയിൽ ഏറെ ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന കഥാപ്രസംഗത്തെ വീണ്ടും പുനർജനിക്കുന്ന തരത്തിൽ 100ാം വാർഷികം കേരളത്തിൽ പല മേഖലയിലും പല സംഘടനകളും ഏറ്റെടുത്തുകൊണ്ട് കഥാപ്രസംഗത്തെ പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തി വരുമ്പോൾ ഈ സമുദ്രതീരം കൂട്ടുകുടുംബത്തിലും DTPCയുടെ സ്പോൺസർഷിപ്പിൽ നടക്കുന്ന ഈ കഥാപ്രസംഗം ഡോക്ടർ വസന്തകുമാർ സാംബശിവൻ സാറും അതിൻ്റെ പിന്നണി പ്രവർത്തകർക്കും എല്ലാവർക്കും ഒറ്റവാക്കിൽ സമുദ്രതീരം കൂട്ടുകുടുംബത്തിൻ്റെ പേരിലുള്ള സ്വാഗതം ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കു നിർത്തുകയാണ്. നന്ദി, നമസ്കാരം. തുടർന്ന് വേദിയിൽ കഥാപ്രസംഗം അവതരിപ്പിച്ചു. ഇവിടെ ഒരു കഥാപ്രസംഗം അവതരിപ്പിക്കുവാൻ കഴിയുന്നത് മഹാഭാഗ്യമാണ് എന്ന് ഞാൻ വിചാരിക്കുകയാണ്. സമുദ്രതീരം മതേതര വയോജന കേന്ദ്രത്തിൽ അതിൻ്റെ കുടുംബാംഗങ്ങളുടെ മുന്നിൽ ഒരു കഥാപ്രസംഗം നേരിട്ട് അവതരിപ്പിക്കുവാൻ സിദ്ധിച്ചിരിക്കുന്ന ഈ ഭാഗ്യത്തിന് ഞാൻ സർവേശ്വരനോട് നന്ദി പറയും. കഥാപ്രസംഗം ഇവിടെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ കേരളത്തെ മാറ്റിമറിച്ച ഒരു കലയാണ്. പക്ഷേ ആ തരത്തിലുള്ള അംഗീകാരമൊന്നും ഔദ്യോഗികമായി ആരും കൽപ്പിച്ച് കഥാപ്രസംഗത്തിന് തന്നിട്ടില്ല. പക്ഷേ അലിഖിതമായ ഒരു ചരിത്രമാണ് ഇവിടെ സൂചിപ്പിച്ച സാംബശിവൻ്റെ സേവനം. 1924 കഥാപ്രസംഗം തുടങ്ങി 100 വർഷം 24 പൂർത്തിയായി. ഇപ്പം 101ാം വർഷമാണ്. വളരെ പ്രാധാന്യത്തോടെ കഥാപ്രസംഗം അങ്ങനെ കത്തി നിന്നൊരു കാലമുണ്ട്. ആ കാലമല്ല ഇത്. എങ്കിലും ഈ കല നിലനിൽക്കണം. കാരണം ജനങ്ങൾക്ക് മുഖാമുഖം കലയും സാഹിത്യവും അറിവും വിപ്ലവബോധവും എല്ലാം പകർന്നു കൊടുത്ത ഒരു കലയാണ് കഥാപ്രസംഗം. നമ്മുടെ നാട്ടിലൊരു കാലത്ത് നരൻ അശുദ്ധ വസ്തുവായിരുന്നു. ധരയിൽ നടപ്പത് തീണ്ടലായിരുന്നു. വഴി നടക്കാൻ കഴിയില്ല, പഠിക്കാൻ അവകാശമില്ല, ആരാധിക്കാൻ അവകാശമില്ല. ഈ അനീതികൾക്കെതിരെ നാരായണ ഗുരുദേവൻ്റെയും മറ്റും നേതൃത്വത്തിൽ ഇവിടെ അരങ്ങേറിയ നവോത്ഥാന പ്രക്രിയ അത് ത്വരിതപ്പെടുത്തുന്നതിന്, അതിന് വേഗത കൂട്ടുന്നതിന് കഥാപ്രസംഗത്തിന് കഴിഞ്ഞു. അങ്ങനെയുള്ള ഈ കല ഇനിയും നിലനിൽക്കണം എന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്, കഥാപ്രസംഗ പ്രവർത്തകരും മറ്റും. 96-ലാണ് ഞാൻ എൻ്റെ പിതാവിൻ്റെ പാത പിന്തുടർന്ന് കഥാപ്രസംഗ വേദിയിൽ വന്നത്. ഇപ്പോൾ എനിക്ക് കഥാപ്രസംഗ വേദിയിൽ 30 വർഷം തികഞ്ഞിരിക്കുന്നു. വളരെ അനുകൂലമായ ഒരു കാലാവസ്ഥയൊന്നുമല്ല കഥാപ്രസംഗ സബരിയുമായി കേരളത്തിൽ മുന്നേറാൻ. എങ്കിൽ പോലും മുൻകാലത്തെ കഥാപ്രസംഗ സേവനം മുൻനിർത്തി ജനങ്ങളിപ്പോഴും ഇതിനെ ക്ഷണിക്കുന്നു, അവസരങ്ങൾ തരുന്നു. ഇവിടെ ഇപ്പോൾ ഇന്ന് കഥ പറയുമ്പോൾ എനിക്ക് എന്തെന്നില്ലാത്ത സന്തോഷമാണ്. കാരണം നിങ്ങളുടെ ഓണ ദിവസങ്ങളിൽ ഒരു ദിവസം വന്ന് ഇതുപോലെ ഓണത്തിൻ്റെ സന്തോഷം പങ്കിടുന്നതിന് വേണ്ടി DTPC ആണ് അവസരമൊരുക്കിയത്. എന്നോട് ചോദിച്ചു,
2 സ്ഥലങ്ങൾ കാണിച്ചിട്ട് ചോദിച്ചു ഏത് സ്ഥലത്ത് കഥ പറയണം. ഞാനൊരു സംശയവുമില്ലാതെ പറഞ്ഞു എനിക്ക് കല്ലുവാതുക്കൽ സമുദ്രതീരത്തിൽ കഥ പറഞ്ഞാൽ മതി. അങ്ങനെയാണ് ഇവിടെ വന്ന് എത്തിച്ചേർന്നിരിക്കുന്നത്. വളരെ സ്നേഹപൂർവ്വം സൗഹൃദപൂർവ്വം ഇതിൻ്റെ എല്ലാമായ ശ്രീ ഭുവൻദാസ് ഞങ്ങളെ സ്വീകരിക്കുകയും ഈ പരിപാടിക്ക് വേണ്ടുന്ന എല്ലാ ഒത്താശയും ചെയ്തു തന്നിരിക്കുന്നു. അങ്ങനെ അദ്ദേഹത്തോടും നിങ്ങൾ ഓരോരുത്തരോടുമുള്ള നിർവ്യാജമായ നന്ദിയും കടപ്പാടും രേഖപ്പെടുത്തിക്കൊണ്ട് ഇന്നത്തെ കഥാപ്രസംഗ പരിപാടിയിലേക്ക് ഞങ്ങൾ കടക്കുകയാണ്. പ്രിയമുള്ളവരെ, നിങ്ങൾക്കേവർക്കും ഞങ്ങളുടെ ഹൃദയംഗമമായ അഭിവാദ്യങ്ങൾ. നമ്മുടെ ക്ഷേത്രം സംസ്കാര ക്ഷേത്രം, ഉയർന്നു നിൽപ്പൂ നമ്മുടെ ക്ഷേത്രം സംസ്കാര ക്ഷേത്രം. ജാതിമത ഭേദങ്ങൾ തീണ്ട സമുന്നത ക്ഷേത്രം, ജാതിമത ഭേദങ്ങൾ തീണ്ട സമുന്നത ക്ഷേത്രം, നമ്മുടെ സംസ്കാര ക്ഷേത്രം. ഗായക വരൂ ഭവൻ ജനജീവിതോത്സവഗാഥയുമായി. മടങ്ങാം ഒരുമയ്ക്കൊരു പുതു തുടക്കമേകിടാം, തൊഴുതു മടങ്ങാം ഒരുമയ്ക്കൊരു പുതു തുടക്കമേകിടാം. എഴുതാമീ ശ്രീകോവിലിനിങ്കൽ പുതുഗീതാമൃതവും, എഴുതാമീ ശ്രീകോവിലിനിങ്കൽ പുതുഗീതാമൃതവും, ജനജീവിതോത്സവഗാഥയുമായി. പ്രേമമാധുരി പകരും നിന്മണി വീണതരികൻ കൈകളിൽ നീ, പ്രേമമാധുരി പകരും നിന്മണി വീണതരികൻ കൈകളിൽ നീ. മേഘഗായക വരൂ ഭവൻ ജനജീവിതോത്സവഗാഥയുമായി, ജനജീവിതോത്സവഗാഥയുമായി, ജനജീവിതോത്സവഗാഥയുമായി. ഇന്ന് നിങ്ങളുടെ സമക്ഷം അവതരിപ്പിക്കുന്ന കഥ നമ്മുടെ കേരളത്തിൻ്റെ പ്രിയ കാവ്യകാരനായ തിരുനെല്ലൂർ കരുണാകരൻ എഴുതിയ ഒരു ഖണ്ഡകാവ്യത്തെ ആസ്പദമാക്കിയിട്ടുള്ളതാണ്. ആ കഥയുടെ പേര് റാണി. റാണി കഥാപ്രസംഗവേദിയിൽ ആദ്യം അവതരിപ്പിച്ചത് 1956 മറ്റോ ആണ്. അതിന്ന് എൻ്റെ പിതാവാണ് അവതരിപ്പിച്ചത്. അതിൽ നിന്ന് വ്യത്യസ്തമായി ഈ കാലത്തിനിണങ്ങുന്ന മട്ടിൽ പുതുതായി പുനരാഖ്യാനം ചെയ്യുന്ന ഒരു കഥാശില്പമാണ് റാണി. റാണി എന്ന കഥ നടക്കുന്നത് ഒരു കായലോര ഗ്രാമത്തിലാണ്. കായലോരം എന്ന് പറയുമ്പോൾ കൊല്ലത്തെ കായലോരം, ഏറ്റവും പ്രിയപ്പെട്ട ഒരു കായലോരം. ആ കായലിൻ്റെ പേര് നിങ്ങൾക്കെല്ലാവർക്കും അറിയാം, അഷ്ടമുടി കായൽ. 8 മുടികളുള്ള സുന്ദരിയായ അഷ്ടമുടിക്കായൽ.
ആശ്രാമം കായൽ കോഴിപ്പുഴ കായൽ മഞ്ഞപ്പാടം കായൽ കല്ലടയും ആശ്രാമം കായൽ കോഴിപ്പുഴ കായൽ മഞ്ഞപ്പാടം കായൽ കല്ലടയും മുക്കാടൻ കായൽ പേരുമൺ കായൽ പിന്നെ കണ്ണഞ്ചേലക്കായൽ കാഞ്ഞിരോട്ടും മുക്കാടൻ കായൽ പേരുമൺ കായൽ പിന്നെ കണ്ടച്ചീറക്കായൽ കാഞ്ഞിരോട്ടും മോടിയിലിട്ട് മുടികളിണങ്ങുന്ന കായൽ പരപ്പിന്റെ ചേരുകണ്ടോ മോടിയിലിട്ട് മുടികളിണങ്ങുന്ന കായൽ പരപ്പിന്റെ ചേരുകണ്ടോ ചേലാർന്ന അഷ്ടമുടിക്കായൽ 8 മുടികളുണ്ട്, 8 ശാഖകളുണ്ട്. ആശ്രാമം കായൽ, ഗുരീപ്പുഴ കായൽ, മഞ്ഞപ്പാടം കായൽ, കല്ലടയും മുക്കാടൻ കായൽ, പെരുമൺ കായൽ, പിന്നെ കണ്ടച്ചിറക്കായൽ, കാഞ്ഞിരോട്ടും. ഈ കായലിൻ്റെ പേരുകളൊക്കെ എങ്ങനെ കിട്ടിയതാണ്? അതാത് കരകളുണ്ട്, കായൽ ചെന്ന് പുൽകുന്ന കരകളുണ്ട്. ആ കരകളുടെ പേരാണ് കായലിന് കൊടുത്തിരിക്കുന്നത്. അതാണ് ഞാൻ പാടിയത്. ആശ്രാമം കായൽ, കോഴിപ്പുഴ കായൽ, മഞ്ഞപ്പാടൻ കായൽ, കല്ലടയും മുക്കാടൻ കായൽ, പേരുമൺ കായൽ, പിന്നെ കണ്ടച്ചീറക്കായൽ, കാഞ്ഞിരോട്ടും മുടിയിലിട്ടു മുടികളിണങ്ങും കായൽ പരപ്പിന്റെ ചേലുകണ്ടോ. ഈ കായലിൻ്റെ പ്രത്യേകത, ഇഷ്ടംപോലെ ദ്വീപുകളുണ്ട്. അതിലൊരു പ്രധാനപ്പെട്ട ദ്വീപാണ് ചവറതെക്കും ഭാഗം എന്ന ഗ്രാമം. ഈ ചവറതെക്കും ഭാഗം ഒരു ദ്വീപാണ്, 4 ചുറ്റും വെള്ളമുള്ള ദ്വീപ്. പക്ഷെ മുമ്പ് 3 ചുറ്റുമേ വെള്ളമുണ്ടായിരുന്നുള്ളൂ. 4-മത്തെ ഇടത്ത് ആ കര തുരന്ന് വെള്ളം കൊണ്ടുവന്നതാണ്. അതിന് കാരണമുണ്ട്. ഈ അഷ്ടമുടിക്കായലിൽ കൂടെ മണ്ണെണ്ണക്കപ്പൽ പോവും. അന്തർവാഹിനി പോലെ വെള്ളത്തിൽ മുങ്ങി മണ്ണെണ്ണയും കൊണ്ടുപോകുന്ന ടാങ്കറുകളാണ്. ചുവന്ന കൊടിയും വെച്ച് അങ്ങനെ പോവും. അപ്പോൾ വലിയ ഒരു വ്യാപ്തം വെള്ളം തള്ളിയാണ് പോകുന്നത്. അപ്പോൾ തിരയുണ്ടാവും. തിരയുണ്ടാകുമ്പോൾ പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികളുടെ വള്ളം മറിയും. ആ തിര നിയന്ത്രിക്കാൻ വേണ്ടി അന്നത്തെ രാജാവ് ഒരു പണി ചെയ്തു. ഈ തിരകൾക്ക് പോകാൻ വഴിയുണ്ടാക്കി. ആ വഴിയാണ് 4-മത്തെ വശത്ത് ഒരു തുരപ്പുണ്ടാക്കി അങ്ങനെ അതിനെ ദ്വീപാക്കിയത്. അത് പിന്നെ ഒരു പാലവും കിട്ടി. ആ പാലം പാവുമ്പ പാലം. കാരണം പാവുമ്പ എന്ന സ്ഥലത്ത് വെച്ചാണ് അത് മുറിച്ചത്. അങ്ങനെ ഒരു ദ്വീപ്, വെറും ദ്വീപല്ല, വളരെ മനോഹരിയായ ഒരു ഗ്രാമം. അതാണ്. ആ ഗ്രാമത്തിൽ നിന്ന് ഉയർക്കൊണ്ട ഒരുപാട് മഹാന്മാരുണ്ട്. അഴകത്ത് പത്മനാഭക്കുറുപ്പ് എന്ന് പറയുന്ന ഒരു കവിയുണ്ട്. മലയാളത്തിലെ ആദ്യത്തെ ലക്ഷണയുക്തമായ കാവ്യം എഴുതിയ മഹാകവിയാണ് അഴകത്ത് പത്മനാഭക്കുറുപ്പ്. ശ്രീരാമചന്ദ്ര വിലാസം, അതാണ് ആ കാവ്യത്തിൻ്റെ പേര്. അദ്ദേഹത്തിന് അത് എഴുതാനുള്ള ചൊല്ലും തെല്ലും എല്ലാം കൊടുത്തത് ഈ കായലാണ്, ഈ കായലോളങ്ങളാണ്. പിന്നീട് അവിടെ നിന്ന്, ആ നാട്ടിൽ നിന്ന് ലോകപ്രസിദ്ധനായി തീർന്നൊരു കലാകാരനുണ്ട്. അദ്ദേഹമാണ് വി സാംബശിവൻ. എൻ്റെ പിതാവ് വി സാംബശിവൻ. അദ്ദേഹത്തിൻ്റെ ഒരു ഗുരുവുണ്ടായിരുന്നു അവിടെ. അദ്ദേഹത്തിൻ്റെ പേര് ഓ നാണോപാധ്യായൻ എന്നാണ്. സംസ്കൃത പണ്ഡിതനായിരുന്നു. പക്ഷേ എഴുതിയത് മുഴുവൻ ലളിതമായ മലയാളത്തിൽ. അദ്ദേഹം കാവ്യകാരനായിരുന്നു, ഗ്രാമീണ കവിയായിരുന്നു, സ്വാതന്ത്ര്യ സമര ഗാഥാകാരനായിരുന്നു. അദ്ദേഹം ഗ്രാമത്തെ ദേവതയെ പോലെ, മാതാവിനെ പോലെ ആദരിച്ചിരുന്നു. അദ്ദേഹം ഗ്രാമത്തെക്കുറിച്ച് പറയുന്നത്, ഗ്രാമമാതാവേ ജയിപ്പൂ ജയിപ്പൂ കോമളിമാവിൻ നിറകൂടമേ, ഗ്രാമമാതാവേ ജയിപ്പൂ ജയിപ്പൂ കോമളിമാവിൻ നിറകൂടമേ, ആമോദമാർന്നു കളിച്ചു വാഴും നിന്റെ പൂമടി തട്ടി ഞാനെന്നും, ആമോദമാർന്നു കളിച്ചു വാഴും നിന്റെ പൂമടി തട്ടി ഞാനെന്നും, പൂമടി തട്ടി ഞാനെന്നും, ഓലപ്പാനയും ചെറുവി കിടത്തിക്ക് ഒളിപ്പാട്ടിന്നു വക കൊടുത്തു, ഓലപ്പാനയും ചെറുവി കിടത്തിക്ക് ഒളിപ്പാട്ടിന്നു വക കൊടുത്തു, കാവ്യകർത്താവിന്റെ പേനയക്കങ്ക മഷി നിറച്ചു, കാവ്യകർത്താവിന്റെ പേനയക്കങ്ക മഷി നിറച്ചു, പേനയിൽ തങ്ക മഷി നിറച്ചു, രാമമാതാവേ ജയിപ്പൂ ജയിപ്പൂ കോമളിമാവിൻ നിറകൂടമേ. അങ്ങനെ ഗ്രാമത്തെ വാഴ്ത്തി പാടുന്നു.
പിന്നെ ഈ തെക്കും ഭാഗം എന്ന ജവഹർ തെക്കും ഭാഗം എന്ന ആ ദ്വീപിന് പുറമേ ഒരു ദ്വീപുണ്ട്, മൺട്രോ തുരുത്താണ്. മൺട്രോ എന്ന് പറയുന്ന ബ്രിട്ടീഷ് ഭരണാധികാരിയുടെ പേരാണ്, മൺട്രോ തുരുത്ത്. ഈ മൺട്രോ തുരുത്തിൽ ആദ്യം ഒഴുകിയെത്തുന്ന ഒരു ആറുണ്ട്, ഒരു നദിയുണ്ട്, കല്ലടയാറ്. കുളത്തൂപ്പുഴ മലകളിൽ നിന്ന് ഉത്ഭവിച്ച് പാറക്കെട്ടുകളിൽ തട്ടിച്ചിതറി ഒഴുകി വളഞ്ഞു പുളഞ്ഞൊഴുകി വരുന്ന സുന്ദരിയായ കല്ലടയാർ ഒഴുകി വന്ന് ഈ കായലിൻ്റെ പരപ്പിലങ്ങനെ ചേരുകയാണ്. ഈ കായൽ പരപ്പിലോ ഇത് 2 ദ്വീപുകൾ മാത്രമല്ല, അസംഖ്യം ദ്വീപുകൾ, എത്രയെത്ര ദ്വീപുകൾ, തുരുത്തുകൾ. ചാരുനീലാകാശത്തിൻ്റെ ചെറുതുള്ളിയിൽ തുരുത്തത്ത് മുടിയിൽ ചന്തം. ചാരുനീലാകാശത്തിൻ്റെ ചെറുതുള്ളിയിൽ തുരുത്തത്ത് മുടിയിൽ ചന്തം. തുരുത്തും പിന്നെ കൊച്ചു തുരുത്തും തുരുത്തും ചാരെ കെട്ടി തുരുത്തും തുരുത്തും പിന്നെ കൊച്ചു തുരുത്തും വെളുത്തുരുത്തും ചാരെ ഗർജി തുരുത്തും കാക്കേറുന്ന കാക്കത്തുരുത്തും കായലിൻ ചേരും പദമത്തുരുത്തും കാക്കേറുന്ന കാക്കത്തുരുത്തും കായലിൻ ചേരും പദമത്തുരുത്തും ചാരുനീലാകാശത്തിൻ്റെ ചെറുതുള്ളി. നീലാകാശത്തിൻ്റെ ഒരു തുള്ളി, ആകാശ നീലിമയുടെ ഒരു തുള്ളി താമരയുടെ കുരുനിലയിൽ വന്ന് വീണതുപോലെയാണ് അഷ്ടമുടിക്കായൽ എന്ന് തിരുനെല്ലൂർ കരുണാകരൻ പറഞ്ഞിട്ടുണ്ട്. ആ നീലിമയിൽ ഇങ്ങനെ അസംഖ്യ തുരുത്തുകൾ, കാക്കത്തുരുത്ത്, ജഡ്ജിത്തുരുത്ത്, മദാമ്മത്തുരുത്ത്, പൂത്തുരുത്ത്, കൊച്ചുതുരുത്ത്, വെളുത്തുരുത്ത്, അങ്ങനെ തുരുത്തുകളുടെ ഒരു പ്രളയം തന്നെയാണ്. ഈ തുരുത്തുകൾ ഇങ്ങനെ വിന്യസിക്കപ്പെട്ടിരിക്കുന്ന ആ കായലിൽ ഇതാ ആ കാട്ടുമങ്ങ കല്ലടയാറ് വന്ന് ചേരുമ്പോൾ അവിടെ തിരമാലകൾ ജനിക്കുന്നു. കായലിൻ മാറി അലിഞ്ഞു ചേർന്നിടുവാൻ അലിഞ്ഞ കാനന ചോല. കായലിൻ മാറി അലിഞ്ഞു ചേർന്നിടുവാൻ അലിഞ്ഞ കാനന ചോല. ചോലയും കായലും പുൽകവേ പുഞ്ചിരി ചാത്തിടും കല്ലടയാറ് വന്ന് കായലിൽ പതിക്കുമ്പോൾ അവിടെ പൂന്തിരമാലകൾ ജനിക്കുന്ന കാര്യമാണ് ഞാൻ പറഞ്ഞത്. ആ കായലോളം അങ്ങനെ തരളിതമായി നിൽക്കുമ്പോൾ അവിടെ തൊട്ടടുത്ത് തെങ്ങിൻ തലപ്പുകളാണ്, കരകളിലെല്ലാം തെങ്ങിൻ തലപ്പുകൾ. പിന്നെ വൃക്ഷങ്ങളാണെങ്കിൽ അസാമാന്യമായി പൂവിട്ട് അസാധാരണമായൊരു ഗ്രാമീണ ഭംഗി അവിടെ കാണാം. ഗ്രാമീണ ഭംഗി തൻ പൂവണി പച്ചില ഓർമുലക്കച്ചയിലെങ്ങാൻ. ഗ്രാമീണ ഭംഗി തൻ പൂവണി പച്ചില ഓർമുലക്കച്ചയിലെങ്ങാൻ. വൃശ്ചികക്കാറ്റൊന്നു കൈവയ്ക്കാൻ നോക്കിയാൽ പ്രക്ഷുബ്ധമായിടും കായൽ. വൃശ്ചികക്കാറ്റൊന്നു കൈവയ്ക്കാൻ നോക്കിയാൽ പ്രക്ഷുബ്ധമായിടും കായൽ. ഗ്രാമീണ ഭംഗിതൻ പൂവണി പച്ചില ഓർമുലക്കച്ചയിലെങ്ങാൻ. ആ കരയിൽ ഇങ്ങനെ തെങ്ങിൻ തലപ്പുകൾ തലയുയർത്തി നിൽക്കുന്നത് ഒരു പോർമുലക്കച്ച പോലെ എന്നാണ് കവി പറയുന്നത്. പോർമുലക്കച്ച എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉണ്ണിയാർച്ചയൊക്കെ വെച്ച് കിട്ടുന്ന മുലക്കച്ച, അതുപോലെയുള്ള ആ തെങ്ങിൻ തലപ്പുകളിൽ കാറ്റ് വന്ന് വൃശ്ചികക്കാറ്റ് ഒരു പ്രശ്നമാണ് കേട്ടോ. വൃശ്ചികത്തിൽ അടിക്കുന്ന കാറ്റ് കായൽ തീരത്ത് താമസിക്കുന്ന ആളുകൾക്ക് വല്ലാത്ത പ്രശ്നമാണ്. അപ്പോൾ വൃശ്ചികക്കാറ്റ് വന്ന് ആ തെങ്ങിൻ തലപ്പിൽ കൈവച്ചാൽ പോലും ഈ കായലിന് ഇഷ്ടപ്പെടില്ല, കായൽ വല്ലാതെ പ്രക്ഷുബ്ധമാകും എന്നാണ് പറയുന്നത്. അങ്ങനെ ഓളം ഇങ്ങനെ വെട്ടി നിൽക്കുമ്പോൾ അതിൽ നീർക്കിളികൾ പറക്കും. നീർക്കിളികൾ ഇങ്ങനെ വെള്ളത്തിൻ്റെ പ്രതലത്തിൽ കൂടി തൊട്ടില്ല എന്ന മട്ടിൽ പാഞ്ഞു പോകും.
കിളി വെള്ളത്തിൽ തൊടുന്ന സമയത്ത് അവൻ മീനെയും തപ്പിക്കൊണ്ടാണ് പോകുന്നത്. അങ്ങനെ നീർക്കിളി ചാർത്തുപോൽ 1000 തോണികളാണ്. ഇതാ ആ പൂന്തിരമാലമേൽ എത്ര തോണികളാണ്. പൂന്തിരമാലമേൽ നീർക്കിളി ചാർത്തുപോൽ വീണ്ടും 1000 തോണി. പൂന്തിരമാലമേൽ നീർക്കിളി ചാർത്തുപോൽ വീണ്ടും 1000 തോണി. തോണിയിലൊന്നിൽ മദാലസയാം ജല ദേവത പോലെ റാണി. തോണിയിലൊന്നിൽ മദാലസയാം ജല ദേവത പോലെ റാണി. പൂന്തിരമാലമേൽ നീർക്കിളി ചാർത്തുപോൽ നീന്തും 1000 തോണി. ഈ നീർക്കിളികൾ ഒരു ചാർത്തായിട്ട് വരുന്നു. ഈ ചാകര നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ, കേട്ടിട്ടുണ്ടല്ലോ. മീനെല്ലാം കൂടെ ഒരുമിച്ച് വരുന്നതിനാണ് ചാകര. അല്ലെങ്കിൽ തേനീച്ചകളെല്ലാം ഒരുമിച്ച് പറന്നു വരുമ്പോൾ അത് ഒരു സ്വാം, SASWARM, സ്വാം എന്നാണ് ഇംഗ്ലീഷിൽ പറയുന്നത്. കൂട്ടത്തോടെ, അങ്ങനെ നീർക്കിളികൾ കൂട്ടത്തോടെ പോകുന്നത് പോലെ 1000 തോണികൾ ആ കായലിൽ കാണാം. ആ കൂട്ടത്തിൽ ഒരു തോണിയിൽ ഒരാൾ വരുന്ന കാര്യമാണ് കവി പറഞ്ഞത്. തോണിയിലൊന്നിൽ മദാലസയാം ജലദേവത പോലെ പോം റാണി. റാണി ഇതാ അവൾ വരുന്ന കണ്ടില്ലേ? തോണിയിലൊന്നിൽ മദാലസയാം ജലദേവത പോലെ റാണി. തോണിയിലൊന്നിൽ മദാലസയാം ജലദേവത പോലെ റാണി. ദേവത പോലെ റാണി. എത്ര മനോഹരമായ കാഴ്ച! ജലദേവതയെ പോലെ ഒരു മാദകത്വം തുളുമ്പുന്ന സൗന്ദര്യമുള്ള ഒരു പെണ്ണ് വഞ്ചി തൊഴിഞ്ഞു വരുന്നു. ആ കാഴ്ച എത്ര നയന മനോഹരമാണ്! അത് സത്യത്തിൽ ഒരു ചലച്ചിത്രത്തിൽ കാണുന്നത് പോലെയുണ്ട്. ചലച്ചിത്രത്തിലാവുമ്പോൾ ചിത്രകാരനത് വരയ്ക്കാൻ പോവില്ല, വരയ്ക്കാൻ കഴിയില്ല. കവി പറയുന്നത് ചിത്രചലനമഗമ പശ്ചാത്തലം ചിത്രത്തിലാക്കുവാൻ മേലാം. ചിത്രചലനമഗമ പശ്ചാത്തലം ചിത്രത്തിലാക്കുവാൻ മേലാം. ഭാവനയ്ക്കപ്പുറം നിൽക്കും ആ സൗഭഗം പാടിപ്പുകഴ്ത്തുവാൻ മേലാം. ഭാവനയ്ക്കപ്പുറം നിൽക്കും ആ സൗഭഗം പാടിപ്പുകഴ്ത്തുവാൻ മേലാം. അത് പാടിപ്പുകഴ്ത്തുവാൻ മേല. ഇതാ വരുന്നു റാണി. ആ വരവ് കണ്ടില്ലേ? വെള്ളം തെറിപ്പിച്ച് തുള്ളിക്കളിച്ചിടും തെല്ലത്തിരകളെ നോക്കി. വെള്ളം തെറിപ്പിച്ചു തുള്ളിക്കളിച്ചിടും തെല്ലത്തിരകളെ നോക്കി. താനറിയാതെ തന്നോർമ്മയിലെത്തിയ കാനശകലവും പേരതാണ് റാണി. എത്ര നല്ല പേര്! ആ പേരിന് സൗന്ദര്യം കൂടിയത് ഇവൾക്ക് ആ പേരിട്ട് കൊടുത്തപ്പോഴാണ്. ആരാണ് ഇവർക്ക് ഈ പേരിട്ട് കൊടുത്തത്? ആരുടെ ഭാവനയാണ്? റാണി എന്നോ പേരവൾ കേടിയ ഭാവനയാരുടേതാകാം. റാണി എന്നോ പേരവൾ കേടിയ ഭാവനയാരുടെ നാടൻ കലയുടേതാകാം. നാഗകഥകളി മണ്ണിലെഴുതിയ നാടൻ കലയുടേതാകാം. നാടൻ കലയുടേതാകാം. നമ്മുടെ നാടൻ കലയാണ് ഏറ്റവും മഹത്തായ കല. ആ കല നമുക്ക് നാഗകഥകൾ തന്നിട്ടുണ്ട്, സ്വർഗ തുല്യമായ കഥകൾ തന്നിട്ടുണ്ട്. ആ ഭാവനയായിരിക്കും, നാടൻ കലയുടെ ഭാവനയായിരിക്കും ഇവൾക്ക് ഈ പേരിട്ട് കൊടുത്തിരിക്കുന്നത്. ഇത് ഏതാണ് നേരം? സന്ധ്യാനേരം. ആ ചക്രവാളത്തിൽ അന്തിയാൾ ചെന്ന്
മയങ്ങുന്ന നേരം അല്ലെങ്കിൽ മങ്ങുന്ന നേരം, ചന്തമാർന്നക്കരെ ചക്രവാളത്തിലെ കന്തിയാൽ പോയിടും നേരം, ചന്തമാർന്നക്കരെ ചക്രവാളത്തിലെ കന്തിയാൽ പോയിടും നേരം, പായ്നിവർത്തോടിടും വള്ളത്തിലും പാട്ടുയർക്കൊണ്ടിടും നേരം, പായ്നിവർത്തോടിടും വള്ളത്തിലും പാട്ടുയർക്കൊണ്ടിടും നേരം, പാട്ടുയർക്കൊണ്ടിടും നേരം. ചന്തമാർന്നക്കരെ അന്തിയാൾ ചെന്ന് മയങ്ങുന്ന സമയം, ചന്തമാർന്നക്കരെ ചക്രവാളത്തിലെ കന്തിയാൽ പോയിടും നേരം, പായ്നിവർത്തോടിടും വള്ളത്തിലും പാട്ടുയർക്കൊണ്ടിടും നേരം, പാട്ടുയർക്കൊണ്ടിടും നേരം. നല്ല പാട്ടുയരുന്ന നേരം, നല്ല സന്ധ്യാനേരം. ഈ സമയത്ത് ഈ പെണ്ണ് ഇവിടെയാണ് പോകുന്നത്. നോക്കണം, അവിടെ വഞ്ചിയിലേക്ക് നോക്കണം, നിറയെ തണ്ണീർ കുടങ്ങൾ, വെള്ളം കോരി വെച്ചിരിക്കുന്ന കുടങ്ങൾ നിരത്തി വെച്ചിരിക്കുന്നു. ഇവിടെ ദ്വീപിലാണ് താമസം കേട്ടോ. അവിടെ നല്ല വെള്ളം കിട്ടുകയില്ല, ഉപ്പുവെള്ളമാണ്. അതുകൊണ്ട് നല്ല വെള്ളം എടുക്കാൻ കരയിൽ പോയി കുടം നിറച്ച് നല്ല വെള്ളവുമായി അവൾ വരുന്നു. അവൾ പോകുന്നത് എങ്ങോട്ടാണ്? അവളുടെ വീട്ടിലേക്കാണ്. അവളുടെ വീട് എവിടെയാണ്? അതാ അവിടെ കണ്ടില്ലേ, അങ്ങോട്ട് നോക്കിയാൽ കാണാവുന്ന ഒരു കൊച്ചു തുരുത്ത്, ഒരു തെങ്ങിൻ തുരുത്ത്. അങ്ങോട്ട് നോക്കിയാൽ ദൂരെയല്ലാതൊരു തെങ്ങിൻ തുരുത്തത കാണാം, അങ്ങോട്ട് നോക്കിയാൽ ദൂരെയല്ലാതൊരു തെങ്ങിൻ തുരുത്തത കാണാം. ഉച്ചലൽ കല്ലോലമാലയിൽ ചാർത്തിയ പച്ചപ്പതകമായി തോന്നാം, ഉച്ചലൽ കല്ലോലമാലയിൽ ചാർത്തിയ പച്ചപ്പതകമായി തോന്നാം. കൺകവരുന്നൊരാ പച്ചത്തുരുത്തിൻ്റെ കൺമണിയാണവൾ റാണി, കൺകവരുന്നൊരാ പച്ചത്തുരുത്തിൻ്റെ കൺമണിയാണവൾ റാണി. കായലിൽ നിന്ന് ഉയർന്നു പൊന്തി വന്ന മരതകത്തുണ്ട് പോലുള്ള ഒരു തുരുത്ത്, അതിമനോഹരമായ തുരുത്ത്, നമ്മുടെ കണ്ണ് കവരുന്ന ആ തുരുത്ത്. അതിന് ചേർന്ന ഒരു പെണ്ണാണ് അവിടുത്തെ താമസക്കാരി റാണി. അവൾക്ക് എന്തൊരു ചന്തമാണ്! അവൾക്ക് ഈ ചന്തമെല്ലാം എങ്ങനെ കിട്ടി? എങ്ങു നിന്നെങ്ങനെ കിട്ടി പെണ്ണിനി മാതിരി ചന്തം, എങ്ങു നിന്നെങ്ങനെ കിട്ടി പെണ്ണിനി മാതിരി ചന്തം. അല്പം കറുപ്പൊരാമേനിയിൽ യൗവന ഉൽപ്പലമാലകൾ ചാർത്തി, അല്പം കറുപ്പൊരാമേനിയിൽ യൗവന ഉൽപ്പലമാലകൾ ചാർത്തി. തീർന്നില്ല. പൊൻകതിർക്കാലത്ത് പാറി പറന്നിടും പൈങ്കിളി പോലവൾ മിന്നി, പൊൻകതിർക്കാലത്ത് പാറി പറന്നിടും പൈങ്കിളി പോലവൾ മിന്നി. ദൂരമേ മന്ദിരം പൊന്നൊളി തട്ടിയ നീർമുകിൽ തുണ്ടുവൻ ചന്തം, ദൂരെ നിന്നൊന്നിരൻ പൊന്നൊളി തട്ടിയ നീർമുകിൽ തുണ്ടുവൻ ചന്തം. എങ്ങു നിന്നെങ്ങനെ കിട്ടി പെണ്ണിനി മാതിരി ചന്തം, പെണ്ണിനി മാതിരി ചന്തം, പെണ്ണിനി മാതിരി ചന്തം. ആ കരയിലൂടെ ഒരു വില്ലുവണ്ടി പോകുന്ന ശബ്ദം കേൾക്കാം. ഒരു വില്ലുവണ്ടി സാധാരണ കൊട്ടാരത്തിൽ നിന്നുള്ള വലിയ പ്രമാണിമാർ സഞ്ചരിക്കുന്ന വണ്ടിയാണ്. കാലം രാജഭരണ കാലമാണെന്ന് വെച്ചോ. ഒരു വണ്ടി അങ്ങനെ പോകുന്നു, ഒരു വില്ലുവണ്ടി. ആ വില്ലുവണ്ടിയിൽ ഒരു കവി ഇരിപ്പുണ്ട്. ആ കവി ആരാണെന്ന് ഞാൻ പറയാം. അയാളൊരു കൊട്ടാരം കവിയാണ്. കൊട്ടാരം കവി എന്ന് കേൾക്കുമ്പോൾ ഈ നികൃഷ്ടമായ കേൾക്കാൻ കൊള്ളാത്ത കവിത എഴുതുന്ന ആളാണ് എന്ന് വിചാരിക്കും. പക്ഷേ ഇദ്ദേഹം ജനകീയ കവിയാണ്. ഈ കൊള്ളാത്ത കവിതയൊക്കെ എഴുതിയ ആളുകളുണ്ട് കേട്ടോ. പഴയ നമ്മുടെ ചരിത്ര രേഖകളിലൊക്കെ കേൾക്കാൻ കൊള്ളാത്ത കവിത, ഏകപട ത്രിപട ധൃതി പഞ്ചപട ഡഡാണപട ഡഗുണം ഡിഗുണം ഗുഡാട ഗുടി എന്ന് കവിത എഴുതിയ കൊട്ടാരം കവികളുണ്ട്. പക്ഷേ അദ്ദേഹം ആ ഗണത്തിൽപ്പെട്ട ആളല്ല. അദ്ദേഹം കൊട്ടാരത്തിലായിരുന്നു താമസിച്ചത് എങ്കിലും
അദ്ദേഹം മണ്ണിൽ നിന്ന് കാലെടുത്തില്ല എന്ന് പറഞ്ഞൊരു കുടയുമെടുത്ത് എന്ന് നാരദര് പോകുന്നത് വർണ്ണിക്കുന്ന കവിയാണ്. കൃഷ്ണഗാഥ സമ്പൂർണ്ണമായി മഹാകാവ്യമായി എഴുതിയ കവിയാണ്. നിങ്ങൾക്കെല്ലാം അദ്ദേഹത്തെ അറിയാം. ഞാൻ പേര് പറയില്ല, ഞാനൊരു സസ്പെൻസിൽ വെച്ചിരിക്കുകയാണ്. ഞാൻ അദ്ദേഹത്തിൻ്റെ 1-2 പദ്യങ്ങൾ ചൊല്ലാം, അപ്പോൾ ഉടൻ മനസ്സിലാകും ആരാണെന്ന്. ഒരു മാർജാരൻ വനഭൂവിരാത്രിയിൽ ഇരയും തേടി നടക്കുന്നത്, തരസാജെന്നൊരു വലയിൽ ചാടി കരവും കാലും ഇളക്കാൻ മേല പരവശനപ്പോൾ ങ്യാവും ങ്യാവും കരവും ചെയ്തവിടെ വലഞ്ഞു. അരികെയുള്ളൊരു ബോട്ടിലിരിക്കും വലുതായുള്ളൊരു മൂഷികനപ്പോൾ അരയായുള്ളൊരു പൂച്ചത്തടിയ കരയുന്നത് കേൾക്കുന്നു വിരുണ്ടു. ചിലർക്ക് മനസ്സിലായി ആരാ കവിയെന്ന് വരി കേട്ടപ്പോൾ, എന്നാൽ എല്ലാവർക്കും മനസ്സിലായിട്ടില്ല. എല്ലാവർക്കും മനസ്സിലാകുന്ന 2 വരി ഞാൻ ചൊല്ലാം. പണ്ടെന്നായുടെ ശൗര്യം പണ്ടേ പോലെ വലിക്കുന്നു, പണ്ടിവനൊരു കടിയാൽ ഒരു പുലിയെ കണ്ടിച്ചത് ഞാൻ കണ്ടറിയുന്നു. അങ്ങനെ പറഞ്ഞത് ആരാണെന്നാണ്ട് പറഞ്ഞു കഴിഞ്ഞു. കുഞ്ചൻ നമ്പ്യാർ, നമ്മുടെ പ്രിയപ്പെട്ട കുഞ്ചൻ നമ്പ്യാർ. അദ്ദേഹം ചവറ, പന്മന, തേവലക്കര ഇങ്ങനെയുള്ള പ്രദേശങ്ങളിങ്ങനെ ചുറ്റിക്കറങ്ങി വരികയാണ്. അദ്ദേഹം അവിടുത്തെ പ്രകൃതി ഭംഗി കണ്ടു. അദ്ദേഹം ആ പ്രകൃതി ഭംഗിയാൽ ഹഠാത് ആകർഷിക്കപ്പെട്ടവനായി വണ്ടിയിലിരിക്കുകയാണ്. അതുമാത്രമല്ല, അദ്ദേഹം ശ്രദ്ധിച്ചു, ഇവിടെ എന്താ ആളുകളുടെ തൊഴിലെന്താ? കയറാണ്, കയർ കൊണ്ടുള്ള തൊഴിലാണ്. തൊണ്ടടി, ചകിരിപ്പിച്ച്, കയറ് പിരി തുടങ്ങിയിട്ടുള്ള തൊഴിലാണ് അവിടെ നടക്കുന്നത്. അവിടെ ഇഴക്കയറുണ്ടാക്കിയിട്ട് അത് നല്ല കയറാക്കി മാറ്റി നല്ല ഭംഗിയിൽ അടുക്കി അത് വിപണനം ചെയ്യാൻ അങ്ങനെ അടുക്കി കൊണ്ടുപോകുന്നു. അദ്ദേഹം വിചാരിച്ചു ഇവിടുത്തെ ആളുകൾ പിഴയ്ക്കുന്നത് കയറുകൊണ്ടാണ്. അദ്ദേഹം ഉടൻ തന്നെ ഒരു ശ്ലോകം എഴുതി, ചവറ പന്മന തേവലക്കര കയറുകൊണ്ട് പിഴയ്ക്കണം, ചവറ പന്മന തേവലക്കര കയറുകൊണ്ട് പിഴയ്ക്കണം. ശരിയാണ്, റാണിയുടെ നാട് പിഴയ്ക്കുന്നത് കയറുകൊണ്ടാണ്. അവിടെ പ്രഭാതമാകുമ്പോഴേക്ക് അവിടുത്തെ കയർ തൊഴിലാളികളെല്ലാം ആ കയർക്കളങ്ങളിൽ വന്ന് അണിനിരന്ന് കഴിഞ്ഞു. അവിടെ തൊഴിൽ ആരംഭിച്ചു കഴിഞ്ഞു. അവിടെ സ്ത്രീകൾ തുച്ഛമായ കൂലിക്ക് ചെയ്യുന്നൊരു പണിയുണ്ട്, തൊണ്ടടി, തൊണ്ട് തല്ലുന്നത്. ഒന്ന് ശ്രദ്ധിച്ചാൽ എത്ര താളാത്മകമായിട്ടാണ് അവർ തൊണ്ട് തല്ലുന്നത് എന്ന് കേൾക്കാം. കേട്ടില്ലേ ആ താളം? താരിളം കയ്യുകൾ തൊണ്ടു തല്ലുന്നതിൻ താളവും മേളവും കേൾക്കാം. താരിളം കയ്യുകൾ തൊണ്ടു തല്ലുന്നതിൻ താളവും മേളവും കേൾക്കാം. പാട്ടുകളെപ്പോഴും അധ്വാനശക്തിതൻ പാട്ടുപാടുന്നത് കേൾക്കാം. പാട്ടുകളെപ്പോഴും അധ്വാനശക്തിതൻ പാട്ടുപാടുന്നത് കേൾക്കാം. പാട്ടുപാടുന്നത് കേൾക്കാം. പാട്ടുപാടുന്നത് കേൾക്കാം. ഒരു വടി കൊണ്ട് കൊട്ടുവടി കൊണ്ട് ആ അഴുക്കിയ തൊണ്ടെടുത്ത് നല്ല തടിയുടെ ഒരു പ്രതലത്തിൽ വെച്ച് അടിച്ച് ആ ചകിരിച്ചോറ് മുഴുവൻ പൊഴിച്ചെടുത്തിട്ട് ചകിരി വേർതിരിച്ചെടുത്തത് ഉണക്കാനിടും. ഉണക്കാനിട്ടിട്ട് പിന്നെ നല്ല പനയോല തടുക്കുകൊണ്ട് ഒന്ന് ചുറ്റിയെടുക്കും കുറച്ച് ചകിരി. അതിൽ നിന്ന് കുറേശ്ശെ മുമ്പോട്ട് വലിച്ചിട്ടിട്ട് ആ കറങ്ങുന്ന റാട്ടുണ്ടല്ലോ, വണ്ടി കറക്കുന്ന ആ കയറ് പിരിക്കുന്ന യന്ത്രം, അതിൻ്റെ മുനയിൽ കൊണ്ടുവന്ന് കൊളുത്തിയിട്ട് അവിടെ മെല്ലെ ഈ ചകിരി അങ്ങനെ വിട്ടുവിട്ട് കൊടുക്കും. അത് കറങ്ങുമ്പോൾ പിരിഞ്ഞ് അത് കയറാകും. അതാണ് കയറുണ്ടാക്കുന്ന ഒരു രീതി. ഒരാൾ നിന്ന് ഈ ചകിരി പിരിഞ്ഞു കഴിയുമ്പോൾ കുറേശ്ശെ ഈ തടുക്കിനകത്ത് നിന്ന് ഇങ്ങനെ വിട്ട് കൊടുക്കും. അങ്ങനെ ആ കയർ ഇഴ രൂപപ്പെടും. ഇത് വളരെ ശ്രദ്ധിച്ച് ചെയ്യേണ്ട ഒരു ജോലിയാണ്. ഇതിന് പറയുന്നത് മാലിയെടുപ്പെന്നാണ്. മാലിയെടുപ്പ്. ഇപ്പോൾ അവിടെ മാലിയെടുപ്പ് തുടങ്ങി. റാണിയാണ് മാലിയെടുക്കുന്നത്. ഇതിനൊരു പ്രത്യേക വൈദഗ്ധ്യം വേണം. മാലിയെടുക്കുന്നതിനൊക്കെ ഒരു പ്രത്യേക വൈദഗ്ധ്യം വേണം. ശ്രദ്ധയോടെ ചെയ്യണം, ദത്തശ്രദ്ധമായി ചെയ്യണം. കോൺസെൻട്രേഷൻ വേണമെന്ന് നമ്മൾ പറയുമല്ലോ, അതുപോലെ നിന്ന് ചെയ്യണം. അവളങ്ങനെ ദത്തശ്രദ്ധയായി നിന്ന് അത് ചെയ്യുന്നുണ്ട്. പക്ഷേ അവളുടെ മനസ്സ് വേറൊരു സ്ഥലത്താണ്. ആ കായലിൽ കൂടി വള്ളങ്ങൾ പോകുന്നുണ്ട്. ചരക്കം കയറ്റി വള്ളം പോകുന്നുണ്ട്. യാത്രക്കാർ പോകുന്ന വള്ളം പോകുന്നുണ്ട്. കൊച്ചു കൊതുമ്പ് വള്ളങ്ങൾ പോകുന്നുണ്ട്. ആ ദ്വീപിനെ തൊട്ട് പോകുന്ന വള്ളങ്ങളിലേക്കാണ് അവളുടെ ശ്രദ്ധ. വള്ളങ്ങൾ കാണുക എന്നുള്ളതല്ല, വള്ളത്തിൽ നിന്ന് ഉയരുന്ന പാട്ട് കാത്തു നിൽക്കുകയാണ് അവൾ. പാട്ടും പാടി ഒരാൾ അതിലേ വരും. ഒരു കേവ് വെള്ളം, ഒരു കെട്ടുവെള്ളത്തിൽ അണിയത്ത് നിന്ന് ഊന്നുന്ന ഒരു ചെറുപ്പക്കാരനുണ്ട്. അവൻ പാട്ടും പാടിയാണ് വരുന്നത്. അവളുടെ പ്രിയപ്പെട്ട കാമുകൻ നാണു, അവൻ്റെ വരവും പ്രതീക്ഷ നിൽക്കുകയാണ്. മാലി എടുത്തുകൊണ്ടിരിക്കുന്നു, ആ പാട്ട് ശ്രദ്ധിച്ചുകൊണ്ട് നിൽക്കുന്നു. അവൻ വരുന്നുണ്ട്, അവൻ്റെ പാട്ട് കേൾക്കാം. കേട്ടില്ലേ? ഓഹോ
കൊച്ചിക്ക് പോരുന്നോ പെണ്ണേ, ഒരു മുറപ്പെണ്ണേ, എൻ്റെ മുറപ്പെണ്ണേ. കൊച്ചിക്ക് പോകുന്നോ പെണ്ണേ, മാലിയെടുക്കും പെണ്ണേ, എൻ്റെ മുറപ്പെണ്ണേ. അട്ടമുടിക്കയറട്ടിയിട്ടോടുന്നു കേവുവെള്ളത്തിൽ വരുന്നു, അട്ടമുടിക്കയറട്ടിയിട്ടോടുന്നു കേവുവെള്ളത്തിൽ വരുന്നു, നീ കേവുവെള്ളത്തിൽ വരുന്നു. അവൾ പ്രതീക്ഷിച്ച പാട്ട് കേട്ടു, അവൾ പ്രതീക്ഷിച്ച ആൾ വന്നു. അപ്പോൾ പിന്നെ ശ്രദ്ധയോടെ അവൾ ചെയ്തുകൊണ്ടിരുന്ന പണിയുണ്ട് മാലിയെടുപ്പ്. അതിൽ നിന്ന് ശ്രദ്ധ അങ്ങ് വിട്ടു. അത് സ്വാഭാവികമാണ്. കാമുകനെ കാണുമ്പോൾ പെട്ടെന്ന് ശ്രദ്ധ വിട്ടു. ശ്രദ്ധ വിട്ടപ്പോൾ മാലി പൊട്ടി. മാലി പൊട്ടിയാൽ പിന്നെ ഒരു മെനക്കേടാണ്. മാലി പൊട്ടിയാൽ വല്ലാത്ത മെനക്കേടാണ്. എന്തുകൊണ്ട്? തോണിയിൽ നിന്നവൻ പാടുമ്പോഴോ മാലി പൊട്ടുന്നതും എന്തേ, തോണിയിൽ നിന്നവൻ പാടുമ്പോഴോ മാലി പൊട്ടുന്നതും എന്തേ. മാരനെ കാണുവാൻ കോരിത്തരിക്കുവാൻ മാലി പൊട്ടിക്കണോ, മാരനെ കാണുവാൻ കോരിത്തരിക്കുവാൻ മാലി പൊട്ടിക്കണോ. ഓഹോ ഓഹോ മാരനെ കാണുവാൻ കോരിത്തെരിക്കുവാൻ മാലി പൊട്ടിക്കണോ പെണ്ണെ, ഞങ്ങൾക്ക് മെനക്കേടുണ്ടാക്കണോടി പെണ്ണെ. റാണി അത് കുറ്റപ്പെടുത്തലാണ്. കൂട്ടുകാർ കുറ്റപ്പെടുത്തുന്നു, നമുക്കിഷ്ടമല്ല നമ്മളെ ആരെങ്കിലും കുറ്റപ്പെടുത്തുന്നത്. പക്ഷേ ഇതുപോലുള്ള കുറ്റപ്പെടുത്തലാണ് നമുക്കും ഇഷ്ടമാണ്. നമ്മളെ ഇഷ്ടപ്പെടുന്ന ഒരാളിനെ ചൊല്ലി, ഒന്നുകിൽ കാമുകനെ ചൊല്ലി ഒന്ന് കളിയാക്കുക, അല്ലെങ്കിൽ കുറ്റപ്പെടുത്തുക, അത് വലിയ ഇഷ്ടമാണ്. പക്ഷേ അവിടെ വള്ളത്തിൽ നിൽക്കുന്ന നാണു അവളെ നോക്കുകയാണ്. അയാൾ കരയിലോട്ട് നോക്കിയപ്പോൾ അവിടെ മാലിയപ്പോൾ നടക്കുന്നു, തൊണ്ടുതല്ല് നടക്കുന്നു, എല്ലാം പെണ്ണുങ്ങളാണ്. ഇതിൽ ഏതാണ് എൻ്റെ റാണി? അങ്ങനെ നോക്കി അയാൾ മെല്ലെ വള്ളം ഒന്ന് സ്ലോ ഡൗൺ ചെയ്യാൻ നോക്കുകയാണ്. റാണിയെ കാണുവാൻ പറ്റിയില്ലെങ്കിൽ തോണിക്ക് നീങ്ങുവാൻ മേല, റാണിയെ കാണുവാൻ പറ്റിയില്ലെങ്കിൽ തോണിക്ക് നീങ്ങുവാൻ മേല. നോക്കണേ, റാണിയെ കാണാൻ പറ്റിയില്ലെങ്കിൽ തോണിക്ക് നീങ്ങാൻ മേല. എടാ, പ്രേമം അവനാണ്, അവൻ്റെ മനസ്സ് നിറയെ പ്രേമമാണ്. ഈ പ്രേമം എന്ന് പറയുന്ന ഒരുതരം സാംക്രമിക രോഗമാണെന്ന് തോന്നുന്നു. വഞ്ചിക്ക് പിടിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ റാണിയെ കാണുവാൻ പറ്റിയില്ലെങ്കിൽ ആ തോണിക്ക് നീങ്ങുവാൻ മേല. തോണി നിർത്താൻ എന്തൊരു പാടാണെന്നറിയാമോ? ഈ കാറൊക്കെ ചവിട്ടി നിർത്തുന്നത് പോലെ, അല്ലെ സ്കൂട്ടർ പിടിച്ച് നിർത്തുന്നത് പോലെ, സൈക്കിൾ ബ്രേക്ക് പിടിച്ച് നിർത്തുന്നത് പോലെ വള്ളം പിടിച്ച് നിർത്താനൊക്കില്ല. അത് തന്നെ അങ്ങനെ പോവും. ഏത് ദിശയിൽ ഊന്നിക്കൊണ്ടിരിക്കുന്നുവോ അതിൻ്റെ എതിർ ദിശയിൽ കഴുക്കോലിട്ട് കുത്തണം, എന്നാൽ മാത്രമേ നിൽക്കുകയുള്ളൂ. ഇങ്ങനെ ചെയ്യുമ്പോൾ അയാൾ മാത്രമല്ല, ആ കേവ് വള്ളത്തിൽ ഒരു മൂപ്പിലാനുണ്ട്, ഒരു വൃദ്ധനുണ്ട്. അയാളെ പറ്റിച്ചിട്ട് വേണം ഈ വഞ്ചി സ്ലോ ഡൗൺ ചെയ്യിക്കാൻ. കാര്യം റാണിയെ കാണണം അവന്. അവൻ അതിന് ചില വേലകളൊക്കെ ഇറക്കും. അവൻ ഉടൻ തന്നെ ചില വേലകൾ ഇറക്കും. റാണിയെ കാണുവാൻ പറ്റിയില്ലെങ്കിൽ തോണിക്ക് നീങ്ങുവാൻ മേല, ആമുനമ്പോളവും വീശിയ കാറ്റപ്പോൾ മാറി വീശുന്നതായി തോന്നും, അല്ലെങ്കിൽ അപ്പോൾ മുളങ്കഴയ്ക്ക് തിരിയറ്റ കുറ്റപ്പലി കാണുന്നു, അല്ലെങ്കിൽ അപ്പോൾ മുളങ്കഴയ്ക്ക് തിരിയറ്റ കുറ്റപ്പലി കാണും. ഓഹോ 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 ആ വള്ളത്തിൻ്റെ വേഗത കുറയ്ക്കാൻ അവൻ ചില വേലകളൊക്കെ അങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒന്നുകിൽ ആ കാറ്റ്, അനുകൂലമായി വീശിക്കൊണ്ടിരുന്ന കാറ്റ് പെട്ടെന്ന് അങ്ങ് മാറിപ്പോയെന്നും പറഞ്ഞ് അവൻ ഇങ്ങനെ ചുറ്റും നോക്കി നിൽക്കും. അല്ലെങ്കിൽ ഊന്നുന്ന ആ ഊന്നുവടിയുണ്ടല്ലോ, ആ കഴുക്കോല്, അതിനെന്തോ കുഴപ്പം പറ്റിയെന്നുള്ള മറ്റും അത് റിപ്പയർ ചെയ്തുകൊണ്ട് നിൽക്കും. അതാണെങ്കിൽ ഒറ്റ കോലാണ്, ഒറ്റ മുളയാണ്, അതിലൊരു റിപ്പയറും വരാനിടയില്ല. വെറുതെ ആ മൂപ്പിലാനെ പറ്റിക്കാൻ വേണ്ടി അങ്ങനെ നിൽക്കും. എന്നാൽ റാണിയാണെങ്കിൽ തോണി തൻ പായ്മര കൊണ്ടു കണ്ടാലുടൻ ആളറിഞ്ഞിടുമക്കളി, തോണി തൻ പായ്മര കൊണ്ടു കണ്ടാലുടൻ ആളറിഞ്ഞിടുമക്കളി. കൗതുകം കോരി കരിപ്പിച്ച കൈകളും കൈതലപ്പുകളുള്ളിൽ, കൗതുകം കോരി കരിപ്പിച്ച
കഴുത്തിലെ ചില്ലി പവനിളം വെള്ളപ്പടികളിലാക്കി കാത്തു നിൽക്കാറുണ്ടല ചൂരുൾ ചാർത്തിനാൽ കാലിൽ ചിലങ്കകൾ ചാർത്തി കാത്തു നിൽക്കാറുണ്ടല ചൂരുൾ ചാർത്തിനാൽ കാലിൽ ചിലങ്കകൾ ചാർത്തി കാലിൽ ചിലങ്കകൾ ചാർത്തി. കാലിൽ ചിലങ്ക ചാർത്തുന്നൊന്നുമല്ല, കായലിലേക്ക് അവൾ ആ വഞ്ചി കാണുമ്പോൾ ഇറങ്ങി നിൽക്കുമ്പോൾ ആ തിരകൾ വന്ന് അവളുടെ കാലിന് ചുറ്റും ഇങ്ങനെ പൂമ്പത സൃഷ്ടിച്ച് ഒരു ചിലങ്ക ചാർത്തുന്നത് പോലെ, ഒരു കൊലുസ് ചാർത്തുന്നത് പോലെ അവൾ അങ്ങനെ നിൽക്കും. അവരൊന്നും മിണ്ടുകയില്ല. അവരുടെ കണ്ണുകൾ പരസ്പരം നോട്ടങ്ങൾ എറിയും. സാധാരണ പ്രണയലേഖനം എഴുതുന്നൊരു കാലം ഉണ്ടായിരുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും സല്ലപിക്കുന്ന കാലമുണ്ടായിരുന്നു. പക്ഷേ ഇവിടെ അതിനപ്പുറം മനസ്സുകൊണ്ട് സംസാരിക്കുന്നു, കണ്ണുകൾ കൊണ്ട് സംസാരിക്കുന്നു. ഒന്നും ആ കാമുകന്മാരുടെ ചുണ്ടുകൾ മിണ്ടുകയില്ല. മെല്ലെ ആ വഞ്ചി അങ്ങനെ നീങ്ങും. അവൾ സങ്കടത്തോടെ കൈ വീശി കാണിക്കും. നാഴികയ്ക്കുള്ളില കായലിനപ്പുറം തോണി അഴിമുഖം പോകും. നാഴികയ്ക്കുള്ളില കായലിനപ്പുറം തോണി അഴിമുഖം പോകും. കായലിൽ കാറ്റുമായി മല്ലിടും തോഴന് കാതരമംഗളം നേരും. കാറ്റുമായി കായലിൽ മല്ലിടും തോഴന് കാതരമംഗളം നേരും. കാറ്റൊന്നു പെട്ടെന്ന് വീശിയാലമ്പരം കാറണിക്കൂന്തലടിച്ചാൽ. കാറ്റൊന്നു പെട്ടെന്ന് വീശിയാലമ്പരം കാറണിക്കൂന്തലടിച്ചാൽ. വേറൊരു ചിന്തയും കാണുകില്ല എപ്പോഴും വേദനയാണവൾ കന്നാൾ. വേറൊരു ചിന്തയും കാണുകില്ല എപ്പോഴും വേദനയാണവൾ കന്നാൾ. വേദനയാണവൾ കന്നാൾ. കാറ്റ് വീശി കാർമേഘം വന്ന് അന്തരീക്ഷത്തിൽ നിറഞ്ഞു കഴിഞ്ഞാൽ അവൾക്ക് സങ്കടമാണ്. കാരണം മഴ പെയ്താൽ അപകടമാണ്. തൻ്റെ പ്രിയൻ, തൻ്റെ പ്രാണനായ ആൾ കായലിലൂടെ വള്ളമൂന്നി പോവുകയാണ്. അയാൾക്ക് എന്തെങ്കിലും സംഭവിക്കുമോ എന്ന വിചാരമാണ് അവൾക്ക്. അയാളെ തിരിച്ചു വരുന്നിടം വരെ ഒരേ വിചാരം മാത്രം, ഒറ്റ വിചാരം മാത്രം. വെള്ളി നീലാവ് പോൽ വന്നെങ്കിൽ, വെള്ളി നീലാവ് പോൽ പുഞ്ചിരി തൂകിയൻ കള്ളൻ വന്നെങ്കിൽ. താമരപ്പൂവിതൾ തോണിയിലൊന്നിലും തോഴനും വന്നെങ്കിൽ. താമരപ്പൂവിതൾ തോണിയിലൊന്നിലും തോഴനും വന്നെങ്കിൽ. വെള്ളി നീലാവ് പോൽ പുഞ്ചിരി തൂകിയൻ കള്ളൻ വന്നെങ്കിൽ. എല്ലാ കാമുകിമാരും ഇങ്ങനെ കാത്തിരിക്കുമ്പം വിചാരിക്കും നേരം പോകുന്നില്ലല്ലോ, നാശം. ഇനി വന്നു കഴിഞ്ഞാൽ വന്നു, അയാൾ അങ്ങ് പോവുകയും ചെയ്തു. എത്ര പെട്ടെന്നാണ് സമയം പോയത്. ഇതൊരു മനഃശാസ്ത്രമാണ്, നമ്മുടെ മനസ്സിൻ്റെ ഒരു അവസ്ഥയാണ്. ഈ അവസ്ഥയെക്കുറിച്ച് മഹാനായ ശ്രീനാരായണ ഗുരു തൻ്റെ ആത്മോപദേശ ശതകത്തിൽ ഇങ്ങനെ പാടിയിട്ടുണ്ട്. പരയുടെ പാല് നുകർന്ന ഭാഗ്യവാന്മാർ ഒരു 10,000 ആണ്ടൊരൽപ്പനേരം. പരയുടെ പാല് നുകർന്ന ഭാഗ്യവാന്മാർ ഒരു 10,000 ആണ്ടൊരൽപ്പനേരം. അറിവപരധീനമായ അരനൊടിയായിരം ആണ്ട് പോലെ തോന്നും. അറിവപര പ്രകൃതിക്കധീനമായ അരനൊടിയായിരം ആണ്ടുപോലെ തോന്നും. പരയുടെ പാലു നുകർന്ന ഭാഗ്യവാന്മാർ ഒരു 10,000 ആണ്ടൊരൽപ്പനേരം. ഗുരുദേവൻ പറഞ്ഞത് മറ്റൊന്നുമല്ല, നമ്മൾ സാധാരണ മനുഷ്യർ, അവർക്കൊക്കെ ഒരു
അരനൊടി 1000 ആണ്ട് പോലെ തോന്നും ചില സന്ദർഭങ്ങളിൽ. എന്നാൽ സകല വിജ്ഞാനവും നേടിയവർ, സകല ചരാചരങ്ങളെയും കുറിച്ചുള്ള അറിവ് നേടിയവർ, പരബ്രഹ്മത്തെക്കുറിച്ച് അറിവ് നേടിയവർ, അവർക്ക് 10000 ആണ്ട് ഒരു അല്പനേരം മാത്രമായി ഭവിക്കും എന്നാണ് പറയുന്നത്. ഏതായാലും അവൾ കാത്തിരിക്കുന്നു, കാത്തിരിക്കുന്നു. അയാൾ വരുന്നു, അവർ തമ്മിൽ കാണുന്നു, സല്ലപിക്കുന്നു. ഒരു രാത്രിയിൽ കാറ്റിനാൽ കായലിൻ കൈകളിൽ ചാഞ്ഞു, കാറ്റിനാൽ വീർപ്പിട്ടുയാമി കായലിൻ കൈകളിൽ ചാഞ്ഞു. വെള്ളിത്തിരകൾ വെള്ളാമ്പൽ പോലൊരു വള്ളമലഞ്ഞു തിരിഞ്ഞു. വെള്ളിത്തിരകൾ വെള്ളാമ്പൽ പോലൊരു വള്ളമലഞ്ഞു തിരിഞ്ഞു. കാറ്റിനാൽ വീർപ്പിട്ടുയാമി കായലിൻ കൈകളിൽ ചാഞ്ഞു. രാത്രി വന്ന് കായലിൻ്റെ കൈകളിൽ ചാഞ്ഞു എന്നാണ് കവി പറയുന്നത്. അപ്പോഴിതാ നിലാവണി രാത്രിയിൽ ഒരു വഞ്ചി ആ കായലിലൂടെ അങ്ങനെ ഒഴുകി നടക്കുന്നു. അതിൽ 2 പേര് ഇരിപ്പുണ്ട്, 2 കരളുകളുണ്ട്, പരസ്പരം സല്ലപിച്ചുകൊണ്ട് നാണുവും റാണിയും. അവൻ തൊട്ടടുത്ത് അമരത്തിരുന്ന് തുഴയുന്നു, അവൾ നടുപ്പടിയിലിരിക്കുന്നു. അവൻ്റെ നോട്ടമേറ്റപ്പോൾ അവൾക്ക് വല്ലാത്ത ലജ്ജ വന്നു. അവൾ മുഖം കുനിച്ചു നിന്നു. അവൻ ചോദിച്ചു, റാണി, നാണിച്ചു നാണിച്ചിരിക്കയോ നീ എന്നെ കാണിച്ചിരിക്കുകയില്ലേ? നാണിച്ചു നാണിച്ചിരിക്കയോ നീ എന്നെ കാണിച്ചിരിക്കുകയില്ലേ? അവൻ ചോദിച്ചപ്പോ ലജ്ജിച്ചിരുന്ന അവൾ മുഖമുയർത്തി പറഞ്ഞു, ചാരത്തിരുന്നോരാൾ എപ്പോഴും നോക്കിയാൽ കാണിച്ചു പോവുകയില്ലേ? ചാരത്തിരുന്നോരാൾ എപ്പോഴും നോക്കിയാൽ കാണിച്ചു പോവുകയില്ലേ? ഈ പ്രതികരണം കേട്ടപ്പോൾ അവന് വലിയ സന്തോഷമായി. അവൻ അവളോട് സംസാരിക്കാൻ തുടങ്ങി. റാണി, നിനക്ക് അനുഭവപ്പെടുന്നില്ലേ നല്ല സുഗന്ധം? എന്താ നല്ല മണം? കായലിനക്കരെ പച്ചപ്പടർപ്പിലെ കാനനമുല്ലകൾ പൂത്തു, കായലിനക്കരെ പച്ചപ്പടർപ്പിലെ കാനനമുല്ലകൾ പൂത്തു, കാനനമുല്ലകൾ പൂത്തു. അപ്പൊ റാണി പറഞ്ഞു, ഞാൻ അറിയുന്നുണ്ട് നല്ല മണം. ഓമന കാറ്റിന് കിളി ചേർക്കും തോറ്റു, ഓമന കാറ്റിന് കിളി ചേർക്കും പൂമണമേറ്റു ഞാൻ തോറ്റു, പൂമണമേറ്റു ഞാൻ തോറ്റു. അവളുടെ ഈ മറുപടി കേട്ടപ്പോൾ അവനങ്ങ് ആവേശമായി. അവൻ അവളോട് പറഞ്ഞു, കാട്ടുതൈ മുല്ലകൾ കാട്ടുതൈ മുല്ലകൾ റാണിയെ സമ്മതിക്കണം. ഇങ്ങനെ ഒരു ചെറുപ്പക്കാരൻ്റെ കൂടെ അർദ്ധരാത്രി കഴിഞ്ഞ സമയത്ത് മറ്റാരുമില്ലാത്ത ഒരു കൊച്ചുവള്ളത്തിൽ ഒരുമിച്ച് അങ്ങനെ സഞ്ചരിക്കാനുള്ള മനസ്സ് അവനെ അത്രയ്ക്ക് വിശ്വാസമാണ്. പക്ഷേ അക്കരെ മുല്ല പൂത്തു, മണമടിക്കുന്നു, നമുക്ക് അങ്ങോട്ട് പോകാം എന്ന് പറഞ്ഞപ്പോൾ അവർക്ക് ചെറിയൊരു സംശയം തോന്നാതിരുന്നില്ല. അങ്ങനെ അങ്ങ് വിശ്വസിക്കാമോ? പെൺകുട്ടികൾ അങ്ങനെയാണ്. അവരവരുടെ സ്വന്തം സുരക്ഷിതത്വം നോക്കും. സ്വന്തം സുരക്ഷിതത്വ ചിന്ത അവളെ ബാധിച്ചപ്പോൾ അവൾ വിഷയം മാറ്റാൻ ഒന്ന് പറഞ്ഞു. മാനത്തേക്ക് നോക്കി പറഞ്ഞു, മങ്ങിത്തുടങ്ങിയ മാനത്തുലിന്നിതാ മഞ്ഞു വീഴുന്നതു കണ്ടോ, മങ്ങിത്തുടങ്ങിയ മാനത്തുലിന്നിതാ മഞ്ഞു വീഴുന്നതു കണ്ടോ, മൂടൽ മഞ്ഞങ്ങനെ പൊങ്ങി പോടുന്നനെ പൂനിലാവിത്തിരി മങ്ങി, മൂടൽ മഞ്ഞങ്ങനെ
അവരുടെ സല്ലാപങ്ങളും കൂടിക്കാഴ്ചകളും തുടർന്നു. അവർ ഹൃദയം തുറന്ന് അന്യോന്യം സംസാരിക്കുന്നു. അങ്ങനെ കാലം മുമ്പോട്ട് പോവുകയാണ്. കാലം മുമ്പോട്ട് മാത്രം പോകുന്നു, സമയം മുമ്പോട്ട് പോകുന്നു. ലോകപ്രശസ്തനായ ശാസ്ത്രകാരൻ ഐൻസ്റ്റൈൻ പറഞ്ഞു, സമയം മുമ്പോട്ട് മാത്രമേ പോകൂ. 4-ാം മാനമാണ് സമയം. മറ്റ് 3 മാനങ്ങൾ നമുക്കറിയാം. നീളം, വീതി, പൊക്കം. നീളം മുമ്പോട്ടും പുറകോട്ടും പോവാം, വീതി ഇടത്തേക്കും വലത്തേക്കും പോവാം, പൊക്കം മുകളിലേക്കും താഴേക്കും വരാം. എന്നാൽ 4-ാം മാനമായ സമയത്തിലൂടെ നമുക്ക് മുമ്പോട്ട് മാത്രമേ പോകാൻ കഴിയുകയുള്ളൂ. കാലം അപ്രതിഹതമായി ഒഴുകുന്നു. സന്തുഷ്ടി ചേർക്കും വസന്തവും വർഷവും, സന്താപമേകും കഠോരമാം ഗ്രീഷ്മവും, ചന്തമിയെന്ന ശരത്തും അതിശീത ദന്തുരമായ ഹേമന്തവും ശിശിരവും. ഇതൊക്കെ കാലവിശേഷങ്ങളാണ്, കാലാവസ്ഥകളാണ്. അതിങ്ങനെ ഭംഗിയാർന്ന് വന്നു പോകുന്നു. അതെല്ലാം കണ്ടുകൊണ്ട് ഈ കാമുകനും കാമുകിയും ജീവിക്കുകയാണ്. ആ ദ്വീപിൽ മഴ പെയ്ത് പുതുമണ്ണിൻ്റെ മണമടിച്ചു. പിന്നെ കൈതകൾ പൂത്തു. കൈതയുടെ പൂമണം ആ ദ്വീപിലാകെ പരന്നു. പിന്നെ ശക്തമായ മഴ പെയ്തു. കെടുതിയുടെ കാലമാണ് കാലവർഷം. ആ കാലവർഷം കഴിഞ്ഞു. മാനം തെളിഞ്ഞു. ആകാശം പ്രകാശമാനമായി. ഇതാ ഓണം വന്നിരിക്കുന്നു. ഈ കാലമാണ് നമ്മളിപ്പോൾ ആഘോഷിക്കുന്ന ഓണക്കാലം. ആ ദ്വീപിൽ വന്നിരിക്കുന്നു. നമ്മുടെ ദേശീയോത്സവമല്ലേ ഓണം. ഓണം വന്നാൽ എന്താ വിശേഷം? ഇവിടെ ആയാലും അവിടെ ആയാലും തിരുവോണം വന്നെന്ന അവരുടെ വീടല്ല വർമ്മണം ചുറ്റിയടിക്കുമ്പോഴും, തിരുവോണം വന്നെന്ന അവരുടെ വീടല്ല വർമ്മണം ചുറ്റിയടിക്കുമ്പോഴും. തിരുവോണം വന്നാൽ പിന്നെ വറുമണമാണ്, വറുക്കുന്ന മണം. എന്താ വറുക്കുന്നത്? ഉപ്പേരി, ശർക്കര വരട്ടി, ഇതെല്ലാം വെളിച്ചെണ്ണയിലിട്ട് വറുത്തെടുക്കും. ഇപ്പോൾ വെളിച്ചെണ്ണയില്ല. വെളിച്ചെണ്ണയെക്കുറിച്ച് ചിന്തിക്കാനും വയ്യ, വല്ലാത്ത വിലക്കയറ്റമാണ്. ഇങ്ങനെയൊക്കെയാണ്. എന്നാലും നമ്മൾ ഓണം എങ്ങനെയും കൊണ്ടാടും. അങ്ങനെ അവിടെ വറുപ്പ് സാധനങ്ങൾ കോരുന്ന പഴയ കാലത്തെ ഓണം. പിന്നെ സ്പെഷ്യൽ കറികളാണ് ഓണത്തിന്. കടുക് വറുത്ത കറികൾ, അതെല്ലാം ഇത്തിരി വില കൂടിയ കറികളാണ്. കടുക് വറുക്കുന്ന കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ചിലവുള്ള കാര്യമാണ്. പക്ഷെ ഓണം വന്നാൽ അവിടുത്തെ അമ്മമാർ കറിവക പലതും കടുകു വറുത്തു നിരത്തും പോലും, കറിവക പലതും കടുകു വറുത്തു നിരത്തും പോലും. ഈ കടുക് വറുത്ത് നിരത്തിയ കറികളിൽ മുമ്പനാരാണ്? സാമ്പാറാണ്. മുമ്പൻ സാമ്പാറാണ്. അവരുടെ സാമ്പാർ കഷണമാട് അവനേക്കാൾ പൊക്കത്തിൽ ചാടും പോലും. അവരുടെ സാമ്പാർ കഷണമാട് അവനേക്കാൾ പൊക്കത്തിൽ ചാടും. അവിടെ നിൽക്കുന്നവരുടെയൊക്കെ പൊക്കം വല്ലാത്ത പൊക്കമാണ്. ഓണം വന്നപ്പോഴത്തേക്ക് എല്ലാവർക്കും അങ്ങ് പൊക്കം കൂടി. അതിനേക്കാൾ പൊക്കത്തിൽ സാമ്പാറിലെ കഷണങ്ങൾ ചാടുമെന്നാണ് കവി പറയുന്നത്. പിന്നെ ഒരു പ്രധാനപ്പെട്ട വിഭവം ഒരുങ്ങുന്നുണ്ട്. അതൊരു കടങ്കഥ വെച്ച് ഞാൻ പറയാം. ഏതാണെന്ന് പറയണം. ഞെട്ടില്ല വട്ടേല. എന്താ സാധനം? പപ്പടം. പഴമക്കാർക്ക് പെട്ടെന്ന് പറയാൻ കഴിയും. അവർക്കൊക്കെ കടങ്കഥകൾ അറിയാം. എന്നാൽ ഞാൻ ഒന്നുകൂടെ പറയാം. ഓടും കുതിര, ചാടും കുതിര, വെള്ളം കണ്ടാൽ നിൽക്കും കുതിര, ചെരുപ്പ് അല്ലേ, കൊക്കിരിക്കും കുളം പറ്റി വിളക്ക്, ആന കയറാൻ മല, ആട് കയറാൻ മല, 1000 കാന്താരി പൂത്തിറങ്ങി, ആകാശത്തിലെ നക്ഷത്രങ്ങൾ. അങ്ങനെ പിന്നെ ഒരമ്മ പെറ്റതെല്ലാം തോപ്പിക്കാർ. ഇത് കവുങ്ങിൽ നിൽക്കുന്ന പാക്ക്. ഇവിടെ ഞെട്ടില്ല വട്ടയല പപ്പടം. പപ്പടം പണ്ട് തൊട്ടേ ഒരു സ്വഭാവക്കാരനാണ്. അതിൻ്റെ ചേരുവയും മാറിയില്ല, അതിൻ്റെ രീതിയും മാറിയില്ല. എന്താ, അവനെ എടുത്ത് തിളച്ചെണ്ണയിലോട്ട് അങ്ങോട്ട് ഇടുമ്പോൾ ഒന്ന് ചുരുങ്ങി ഒന്ന് വീർത്തേക്ക് വരും പപ്പടം അല്ലേ. അതെടുത്ത് നമ്മൾ പൊടിച്ച് പരിപ്പിനകത്ത് ഒന്ന് വിതറി, അത് കഴിഞ്ഞ് ഒരു തുള്ളി നെയ്യുമിട്ട് നല്ല തുമ്പപ്പൂ പോലത്തെ ചോറ് വിട്ട് കുഴച്ച് ഒരു ഉരുള ആ നാവിലേക്ക് വെക്കുമ്പോൾ എന്താ രുചി. അല്പസമയത്തിനുള്ളിൽ ഇതെല്ലാം ഇവിടെ ശരിയാകുന്നുണ്ട് നിങ്ങൾക്കൊക്കെ. വിശേഷം നാളെ തിരുവോണത്തിന്. അപ്പോൾ തിരുവോണത്തിൻ്റെ രസം അതൊന്ന് വേറെ തന്നെ. പതയേറുമെണ്ണയ്ക്കകത്തും പപ്പടം പൊട്ടിച്ചിരിക്കുമ്പോഴും, പതയേറുമെണ്ണയ്ക്കകത്തും പപ്പടം പൊട്ടിച്ചിരിക്കുമ്പോൾ. അങ്ങനെ പപ്പടം പൊട്ടിച്ചിരിക്കുന്നു. ഓണത്തിന് പിന്നൊന്നുണ്ട്, കോടി, ഓണക്കോടി. ഓണക്കോടി ഇപ്പോൾ വന്നിട്ട് പിള്ളേർക്കൊന്നും വലിയ കമ്പമൊന്നുമില്ല. കാരണം ഞങ്ങൾക്കൊക്കെ കുട്ടിക്കാലത്ത് ആകെ കോടി കിട്ടിയിരുന്നത് ഓണത്തിനാണ്. ഓണക്കോടി അതൊരു വിശേഷമാണ്. അവിടുത്തെ അമ്മമാർക്ക് ഓണക്കോടി കിട്ടും, നല്ല കരവെച്ച മുണ്ട് കിട്ടും.
അതുകൊണ്ട് അവർ വലിയ ആഹ്ലാദത്തോട് അങ്ങ് എടുത്തുടുക്കും. അവരുടെ കരിമുണ്ടൊക്കെ മാറിയിട്ട് അവർ ഓണക്കോടി കൊടുക്കും. കരിമുണ്ടു മാറിയം അവരുടെ അമ്മച്ചി കരവച്ച കോടി ഉടുക്കുമ്പോഴും, കരിമുണ്ടു മാറിയം അവരുടെ അമ്മമാർ കരവച്ച കോടി ഉടുക്കുമ്പോൾ. ഒരോണത്തിന് കിട്ടുന്ന ആ കോടി പിന്നെ അഴിക്കത്തില്ല. അതിങ്ങനെ ഉടുത്ത് കുളിച്ച് പിന്നെയും കഴുകി ഉടുത്ത് അത് പഴങ്കോടിയാകും. പഴങ്കോടി മാത്രമല്ല, കരിമുണ്ടാകും. അതെങ്ങനെയാണ്? അന്ന് കരിയടുപ്പ് മാത്രമേ ഉള്ളൂ നമുക്ക്. കരിച്ചട്ടിയും കരിക്കലവും എല്ലാം വെക്കുകയും വാങ്ങുകയൊക്കെ ചെയ്ത് കൈ മുഴുവൻ കരിയാകും. അപ്പോൾ പിന്നെ ഇങ്ങനെ ഒന്ന് തൂക്കും, പോകത്തില്ല. നമുക്ക് നാപ്കിൻ ഇല്ല, ടിഷ്യൂ ഇല്ല അന്ന്. അതുകൊണ്ട് എന്ത് ചെയ്യും? തൂത്തിട്ട് പതുക്കെ ഇങ്ങനൊന്ന് തൂക്കുമ്പോൾ ആ കരി മുഴുവൻ നമ്മുടെ മുണ്ടിലങ്ങ് പിടിക്കും. പിന്നെ കഴുകിയാലും അതത്ര വേണ്ടത്ര പോവില്ല. അങ്ങനെ അടുത്ത ഓണം ആകുമ്പോഴത്തേക്ക് കരിമുണ്ടാകും. അതാണ് കരിമുണ്ട് മാറി. ആ കരിമുണ്ട് മാറിയാണ് അവിടുത്തെ അമ്മമാർ കരവച്ച കോടി ഉടുക്കുന്നത്. പിന്നെ ഓണത്തിലെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണ്? ഒരുമയാണ്. എല്ലാവരും കൂടെ ചേർന്നിരുന്ന് സദ്യ കഴിക്കുന്നു. ആ സദ്യയുടെ സന്തോഷം എങ്ങും കിട്ടുകയില്ല. തിരുവോണമുണ്ണും മുമ്പ് അവരുടെ ഉള്ളെല്ലാം പരമാനന്ദം കൊണ്ട് നിറയുമ്പോഴും, തിരുവോണമുണ്ണും മുമ്പ് അവരുടെ ഉള്ളെല്ലാം പരമാനന്ദം കൊണ്ടു നിറയുമ്പോൾ. അവിടെ ദ്വീപിൽ ഓണം വന്നു, ഓണം പോയി. റാണിക്കാകെ ആധിയായി. കാരണം ഇയാളിങ്ങനെ പ്രേമിച്ച് നടക്കുകയാണ്. എന്നെ വേണ്ടിടത്ത് ഒരു മുണ്ട് തന്ന് അല്ലെ താലി കെട്ടി കൊണ്ടുപോകുന്നില്ല. ഇതൊന്നും പറയണമല്ലോ, പുള്ളിക്ക് വലിയ ശ്രദ്ധയില്ലെന്ന് തോന്നുന്നു. അവളിങ്ങനെ പലതും വിചാരിച്ചു, പലപ്പോഴും പറയണമെന്ന് വിചാരിച്ചു. പറയാൻ തുടങ്ങുമ്പം വല്ലാത്തൊരു ലജ്ജ. കല്യാണക്കാര്യം ചെറുക്കനോട് തന്നെ പറയുക എന്ന് പറയുന്നത് അത്ര സുഖമുള്ളൊരു കാര്യമല്ലല്ലോ. അതുകൊണ്ട് നാണിച്ച് അവൾ അങ്ങനെ നിൽക്കും. നാണിച്ച് അവളുടെ നാണം അങ്ങനെ മൂർധന്യത്തിലെത്തുമ്പോൾ അവിടെ മുഖം ചുവന്ന് തുടുക്കും. അപ്പോൾ നാണുവിന് മനസ്സിലാവുക എന്തോ അവളുടെ ഉള്ളിലുണ്ട്. എന്തോ ചോദിക്കാൻ പോവുകയാണ്. എന്താ റാണി നീ ചോദിക്കാൻ പോകുന്നത്? ഒന്നുമില്ല, പറയൂ. പിന്നെ പൂത്ത പൂവൊക്കെയും പാടും കരളുമായി കാത്തിരിക്കാനിനി വയ്യ, പൂത്ത പൂവൊക്കെയും പാടും കരളുമായി കാത്തിരിക്കാനിനി വയ്യ, എപ്പോഴും നാം വിടും ആശകൾ എത്ര നാളിങ്ങനെ നുള്ളാം, എപ്പോഴും നാം വിടും ആശകൾ എത്ര നാളിങ്ങനെ നുള്ളാം, എത്ര നാളിങ്ങനെ നുള്ളാം. അവൻ ഇക്കാര്യത്തിൽ ശ്രദ്ധയില്ലെന്ന് വിചാരിച്ചാണ് റാണി അത് പറഞ്ഞത്. പക്ഷേ അവൻ സദാസമയവും ആലോചിച്ചുകൊണ്ടിരിക്കുന്ന ഈ വിഷയം തന്നെ. അവനവൻ്റെ കാമുകിയെ സ്വന്തമാക്കാൻ ചില മുന്നൊരുക്കങ്ങളൊക്കെ നടത്തണം. സ്വന്തമായൊരു വീട്, അതിൽ എൻ്റെ പ്രിയപ്പെട്ട കാമുകിക്ക് താലിയും മാലയും ചാർത്തി ഞാൻ അകത്തേക്ക് കൊണ്ടുപോകണം. അതിന് ഞാൻ അത്യധ്വാനം ചെയ്യണം. ഞാൻ സ്ത്രീധനം ചോദിക്കുന്നവനല്ല, ഞാൻ അന്തസ്സുള്ള തൊഴിലാളിയാണ്. എൻ്റെ അധ്വാനത്തിൻ്റെ കരുത്തിൽ, എൻ്റെ അധ്വാനത്തിൻ്റെ ശക്തിയിൽ അത് ഉരുക്കി വിയർപ്പാക്കി അതിന് അന്നം നേടാൻ ഞാൻ പണമുണ്ടാക്കും. ആഹാരം കഴിച്ച് ജീവൻ നിലനിർത്തി അതിനുശേഷം അതിൽ നിന്ന് ഇത്തിരി സമ്പാദ്യം ഒന്ന് സ്വരുക്കൂട്ടി വെച്ച് ഇത്തിരി സ്ഥലം വാങ്ങണം. ഇങ്ങനെയുള്ള ഒരു ചിന്താഗതി, മഹത്തായൊരു ചിന്താഗതി ഒന്നോർത്താൽ വലിയ കാര്യമാണ്. നമ്മുടെ മുകേഷ് അംബാനിയെ പോലെയോ അല്ലെ ഇലോൺ മസ്കിനെ പോലെയോ ഒന്നും കോടികൾ കടലാസിൽ എഴുതി വെക്കണമെന്ന് ആഗ്രഹമുള്ള ആളല്ല നാണു. അന്തസ്സുള്ള ചെറുപ്പക്കാരനാണ്. അതുകൊണ്ട് അയാളുടെ ജീവിത ദർശനം അതാണ്. ആ ജീവിത ദർശനം കാമുകിയോട് അയാൾ പറയുന്നു. അവൾ ചോദിച്ചതിന് മറുപടിയായി, സ്വന്തമായി തിരി മണ്ണു വാങ്ങിച്ചതിൽ കൊച്ചൊരു കൂരയും കെട്ടി, സ്വന്തമായി തിരി മണ്ണു വാങ്ങിച്ചതിൽ കൊച്ചൊരു കൂരയും കെട്ടി, മാനമായി നിന്നെ ഞാൻ കൊണ്ടുപോവില്ലയോ, താലിയും മാലയും ചാർത്തി, മാനമായി നിന്നെ ഞാൻ കൊണ്ടുപോവില്ലയോ, താലിയും മാലയും ചാർത്തി, താലിയും മാലയും ചാർത്തി. ഇത് അനുകരണീയമായ ഒരു ജീവിത സന്ദേശമാണ്. സ്വന്തമായി ഇത്തിരി മണ്ണ് വാങ്ങണം, അതിന് അധ്വാനിക്കണം, വിയർപ്പൊഴുക്കണം. അധ്വാനത്തിന്
ഇന്ധനമായി ഞാൻ ആഹാരം കഴിക്കണം, അതിന് വക എൻ്റെ അധ്വാനം തന്നെ തരും. ശേഷിക്കുന്നത് സമ്പാദിച്ച് എൻ്റെ കൊക്കിലൊതുങ്ങുന്ന വിധത്തിൽ ഞാനിത്തിരി വസ്തു വാങ്ങിക്കും, അതിലൊരു വീട് വയ്ക്കും. അതിലെൻ്റെ പ്രിയപ്പെട്ട പെണ്ണിന് താലിയും മാലയും ഞാൻ എൻ്റെ കൈകൊണ്ട് അധ്വാനിച്ചുണ്ടാക്കിയ ആ തുക കൊണ്ട് അവൾക്കൊരു താലിയും മാലയും വാങ്ങി അവളെ മാന്യമായി കല്യാണം കഴിച്ച് ഞാൻ എൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോകും. സ്വന്തമായി തീരി മണ്ണു വാങ്ങിച്ചതിൽ കൊച്ചൊരു കൂരയും കെട്ടി മാനമായി നിന്നെ ഞാൻ കൊണ്ടുപോവില്ലയോ, താലിയും മാലയും ചാർത്തി, താലിയും മാലയും ചാർത്തി. മുറ്റത്തെ പൂക്കളവും പെറ്റമ്മ തൻ ചിരിയും ചിത്തത്തിലെന്നുമെന്നും പൊന്നോണം കൊണ്ടാടും. മുറ്റത്തെ പൂക്കളവും പെറ്റമ്മ തൻ ചിരിയും ചിത്തത്തിലെന്നുമെന്നും പൊന്നോണം കൊണ്ടാടും. കാലവും ദൂരവും നിൻവർണ്ണം മായ്ക്കുമോ, കാവ്യാമൃതം ചുരത്തും മലയാളമേ, നാവിൽ തേനായി പൊന്നായലിഞ്ഞ മലയാളമേ. മുറ്റത്തെ പൂക്കളവും പെറ്റമ്മ തൻ ചിരിയും ചിത്തത്തിലെന്നുമെന്നും പൊന്നോണം കൊണ്ടാടും. നാലുകെട്ടിൻ നടുമുറ്റത്ത് കുമിയുന്നു നാളികേരം, വാർപ്പിൽ പുന്നെല്ലു തിളയ്ക്കുന്നു. നാലുകെട്ടിൻ നടുമുറ്റത്ത് കുമിയുന്നു നാളികേരം, വാർപ്പിൽ പുന്നെല്ലു തിളയ്ക്കുന്നു. പുരപ്പുരയിൽ നിന്നും ദ്രുതതാളം മുഴങ്ങുന്നു, പുരപ്പുരയിൽ നിന്നും ദ്രുതതാളം മുഴങ്ങുന്നു. അത്തമായെന്നോതി പൂത്തുമ്പി പറക്കുന്നു, ഉരുളികളനങ്ങുന്നു, ഉറികൾ നിറയുന്നു, ഉരുളികളനങ്ങുന്നു, ഉറികൾ നിറയുന്നു. പേരി തൻഗന്ധം ഇളം കാറ്റു നുണയുന്നു, ഓർമ്മകൾ മധുരമയം, എന്നോർമ്മകൾ മധുരമയം. മുറ്റത്തെ പൂക്കളവും പെറ്റമ്മ തൻ ചിരിയും ചിത്തത്തിലെന്നുമെന്നും പൊന്നോണം കൊണ്ടാടും. താഴ്വരകൾ മലർ പൊന്നാടയണിയുന്നു, ഓണവെയിൽ കോവിൽ ധ്വജത്തിൻ പൊന്നൊരുക്കുന്നു. താഴ്വരകൾ മലർ പൊന്നാടയണിയുന്നു, ഓണവെയിൽ കോവിൽ ധ്വജത്തിൻ പൊന്നൊരുക്കുന്നു. അലകളിലാടുന്നു കളിക്കുട്ടി ചെറുതോണി, അലകളിലാടുന്നു കളിക്കുട്ടി ചെറുതോണി. വള്ളംകളിപ്പാട്ടിൻ മുത്താലം ചിതറും, യുരകളിൽ പുതുവേഗം ഹൃദയത്തിൻ നവരാഗം, ശിരകളിൽ പുതുവേഗം ഹൃദയത്തിൻ നവരാഗം. ഉത്രാടമായെന്നാലുടലാകെ ഒരു താളം, ഓർമ്മകൾ മധുരമയം, എന്നോർമ്മകൾ മധുരമയം. മുറ്റത്തെ പൂക്കളവും പെറ്റമ്മ തൻ ചിരിയും ചിത്തത്തിലെന്നുമെന്നും പൊന്നോണം കൊണ്ടാടും. കാലവും ദൂരവും നിൻവർണ്ണം മായ്ക്കുമോ, കാവ്യാമൃതം ചുരത്തും മലയാളമേ, നാവിൽ തേനായി പൊന്നായലിഞ്ഞ മലയാളമേ. മുറ്റത്തെ പൂക്കളവും പെറ്റമ്മ തൻ ചിരിയും ചിത്തത്തിലെന്നുമെന്നും
എൽസയുടെ തുളസിക്കൊടി, അത് സുപ്രസിദ്ധമായ ഒരു കാവ്യമാണ്. ലോകപ്രശസ്തനായ ജോൺ കീറ്റ്സ് എന്ന ആംഗലേയ കവിയുടെ ഇസബെല്ല എന്ന ആ ആംഗലേയ ഖണ്ഡകാവ്യത്തിൻ്റെ കഥാപ്രസംഗാവിഷ്കരണമാണ്. പണിയെടുക്കുന്ന തൊഴിലാളികൾ ധനം സമ്പാദിക്കുന്ന അന്തസ്സാർന്ന രീതിയെക്കുറിച്ച് ഞാൻ പറഞ്ഞു. എന്നാൽ നമ്മുടെ ലോകത്ത് എല്ലായ്പ്പോഴും പണത്തിന് അമിത പ്രാധാന്യമുണ്ട്. എല്ലാ കാലത്തും പണത്തെ വാഴ്ത്തിക്കൊണ്ടാണ് ആളുകൾ പാടിയിട്ടുള്ളത്. പണത്തിൻ്റെ കളിയാണ് ഈ ലോകത്ത് നടക്കുന്നത് എന്ന് നമ്മൾ പണ്ടേ പാടാറുണ്ട്. പണത്തിൻ്റെ കയ്യിലല്ലേ കളികളെല്ലാം, പണത്തിൻ്റെ കയ്യിലല്ലേ കടിഞ്ഞാണെല്ലാം, പണത്തിൻ്റെ കയ്യിലല്ലേ കളികളെല്ലാം, പണത്തിൻ്റെ കയ്യിലല്ലേ കടിഞ്ഞാണെല്ലാം. പണക്കാരൻ കുതിക്കുമ്പോൾ നിനയ്ക്കും ലോകം, പണക്കാരൻ നനയ്ക്കുമ്പോൾ കൊതിക്കും ലോകം, പണക്കാരൻ നനയ്ക്കുമ്പോൾ കിതയ്ക്കും ലോകം. പണത്തിൻ്റെ കയ്യിലല്ലേ കളികളെല്ലാം, പണത്തിൻ്റെ കയ്യിലല്ലേ കടിഞ്ഞാണെല്ലാം, കടിഞ്ഞാണെല്ലാം. ധനവിനിയോഗത്തിൻ്റെ സാമ്പത്തിക ശാസ്ത്രം തന്നെ എപ്പോഴും പണത്തിൻ്റെ അധീശത്വമുള്ളവർ കയ്യാളി വച്ചിരിക്കുന്നു. അവരതിനെ വേണ്ട വിധത്തിൽ പരുവപ്പെടുത്തി നമുക്ക് ഏറ്റവും ഉപദ്രവമുണ്ടാക്കുന്ന തരത്തിലായാലും അവരുടെ ലാഭത്തിന് വേണ്ടി അതിനെ പരുവപ്പെടുത്തുന്നു. അതാണ് പണത്തിൻ്റെ ശക്തി. പണം ഒരു പ്രധാനപ്പെട്ട സംഗതിയായി നിലനിൽക്കുന്ന ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഇവിടെ കോടീശ്വരന്മാരുണ്ട്, ശതകോടീശ്വരന്മാരുണ്ട്, അതിലും മടങ്ങുകൾ കാത്തു സൂക്ഷിക്കുന്ന കോടീശ്വരന്മാരുണ്ട്. അവരുടെയൊക്കെ ആവാസമാണ് ഈ ഭൂമിയിലുള്ളത്. ബാക്കി നമ്മളൊക്കെ പുഴുക്കളെപ്പോലെ ഇങ്ങനെ അവരുടെ രീതികൾക്ക് വഴിപ്പെട്ട് ജീവിക്കുന്നു എന്നതാണ് സത്യം. വളരെ നാളുകൾക്ക് മുമ്പ് ആംഗലേയ മഹാകവി ജോൺ മിൽട്ടൺ ധനത്തിൻ്റെ ആ ശക്തിയെക്കുറിച്ച് ഇങ്ങനെ പാടി: ധനം തരും ബഹുമതികൾ, ധനം തരും സ്നേഹബന്ധം, ധനം തരും ബഹുമതികൾ, ധനം തരും സ്നേഹബന്ധം, ധനമധികാരം നേടിത്തരും, ധനം തരും സാമ്രാജ്യം, ധനമധികാരം നേടിത്തരും, ധനം തരും സാമ്രാജ്യം, ധനം തരും ബഹുമതികൾ. ധനാനാം ആർജനേ ദുഃഖം തഥൈവ പരിപാലനെ, അല്ലെങ്കിൽ അർത്ഥാനാം ആർജനേ ദുഃഖം തഥൈവ പരിപാലനെ. പണമുണ്ടാക്കാൻ പ്രയാസം, അതുപോലെ തന്നെ ആർജിക്കാൻ പ്രയാസം, അതുപോലെ തന്നെ അത് പരിപാലിക്കാൻ, ചെലവഴിക്കാനും സൂക്ഷിക്കാനും ഒക്കെ പ്രയാസമാണ്. ഞാൻ ധനത്തെക്കുറിച്ച് ഇത്രയേറെ പറഞ്ഞത് നമ്മുടെ റാണിയുടെ ആ ദ്വീപിലും പരിസരത്തുമൊക്കെ താമസിക്കുന്ന ആ പണിയെടുക്കുന്ന തൊഴിലാളികൾ അന്നന്നത്തെ അന്നത്തിന് വേണ്ടി ജോലി ചെയ്യുന്നു. അവർ അതിനുവേണ്ടി കഷ്ടപ്പെടുന്നു. പലപ്പോഴും കാലാവസ്ഥ മാറുമ്പോൾ അവർക്ക് ദീനം പിടിപെടാറുണ്ട്. കാലാവസ്ഥ മാറുന്നുണ്ട്, ഇതാ ആകാശം ഇരുളുന്നു. മൂവന്തി മാഞ്ഞു പോയി അമ്പിളി മിന്നുവാൻ കാറുകൾ സമ്മതിച്ചില്ല. മൂവന്തി മാഞ്ഞു പോയി അമ്പിളി മിന്നുവാൻ കാറുകൾ സമ്മതിച്ചില്ല. തീരക്കുടികളിൽ അന്തിത്തിരികൾ പൊന്മാലകൾ കോർത്തതുമില്ല. തീരക്കുടികളിൽ അന്തിത്തിരികൾ പൊന്മാലകൾ കോർത്തതുമില്ല. മാലകൾ കോർത്തതുമില്ല. കാലവർഷം വന്നിരിക്കുന്നു. കെടുതിയുടെ കാലം, പട്ടിണിയുടെ കാലം, വറുതിയുടെ കാലം. മണ്ണെണ്ണ വാങ്ങാൻ പോലും പണമില്ല. അതുകൊണ്ട് ആ തീരക്കുടികളിൽ വിളക്ക് തെളിയാറില്ല. മുമ്പാണെങ്കിൽ സമൃദ്ധിയുടെ സമയത്ത് അവർക്ക് പണമുള്ളപ്പോൾ അവർ ആവശ്യത്തിന് മണ്ണെണ്ണ വാങ്ങും, വിളക്കുകൾ കത്തിക്കും. അത് ദൂരെ നിന്ന് കാണുമ്പോൾ സന്ധ്യാസമയത്ത് ദീപമാലകൾ പോലെ കാണപ്പെട്ടിരുന്നു. ഇപ്പോൾ അതൊന്നുമില്ല. മൂവന്തി മാഞ്ഞു പോയി അമ്പിളി മിന്നുവാൻ കാറുകൾ സമ്മതിച്ചില്ല. തീരക്കുടികളിൽ അന്തിത്തിരികൾ പൊന്മാല
മാലകൾ കോർത്തതുമില്ല, മാലകൾ കോർത്തതുമില്ല. കാലാവസ്ഥ മാറുന്നു. പലപ്പോഴും മഴ പെയ്യുന്നത് നല്ലതാണ്, കൃഷിക്ക് നല്ലതാണ്. പക്ഷേ തൊഴിലാളികൾക്ക് ഇല്ലാത്ത രോഗങ്ങളൊക്കെ കടന്നു വരും. ഒന്നാമത് നല്ല പോഷക ആഹാരം കഴിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ രോഗങ്ങൾക്ക് വശംവദരാകാൻ വളരെ സാധ്യത കൂടുതലാണ്. പലർക്കും പനി വന്നു, പലർക്കും ചുമ വന്നു, പലരും കിടപ്പിലായി. നമ്മുടെ നാണവും കലശലായ ദീനം ബാധിച്ച് അയാൾ കിടപ്പിലായി. അയാൾക്ക് വല്ലാത്തൊരു കാറി ചുമ. എത്ര നിയന്ത്രിച്ചിട്ടും ആ ചുമ നിയന്ത്രിക്കാൻ കഴിയുന്നില്ല. ജലജന്യമായ ഒരു രോഗമാണ് ഈ ചുമ. അത് ചിലപ്പോൾ ക്ഷയരോഗമാകാനും അത് മതി. പാപം നാണു അതൊന്നും വകവെക്കാതെ അധ്വാനിക്കുന്നു, രോഗം വകവെക്കാതെ അധ്വാനിക്കുന്നു. ഒടുവിൽ അയാൾ കിടപ്പിലായി. അയാൾ മൂടിപ്പുതച്ച് അയാളുടെ കുടിലിനുള്ളിൽ അങ്ങനെ കിടക്കുന്നു. പുറത്ത് കാറ്റിൻ്റെ ആരാവം കേൾക്കാം, കായലിൻ്റെ ഇരമ്പവും കേൾക്കാം. അതൊക്കെ കേട്ട് അയാൾ ആകെ അസ്വസ്ഥനായി ആലോചിക്കുന്നു, ഞാനിങ്ങനെ കിടന്നുപോയാൽ എൻ്റെ സ്വപ്നം പൂവണിയണ്ടേ, എൻ്റെ ആശകൾ മണ്ണടിയില്ലേ, എനിക്ക് സ്വന്തമായി ഒത്തിരി മണ്ണ്, അതിലൊരു വീട്, തലയും മാലയും വാങ്ങിക്കുവാൻ കുറച്ച് പണം, അതൊക്കെ എൻ്റെ സ്വപ്നങ്ങളാണ്. ആ സ്വപ്നങ്ങൾ മണ്ണടിയില്ലേ, ഞാനിങ്ങനെ കിടന്നാലെങ്ങനെ, എൻ്റെ രോഗമൊന്ന് ശമിച്ചെങ്കിൽ, ഇത്തിരി ആശ്വാസം കിട്ടിയെങ്കിൽ. അതുകൊണ്ട് ഇത്തിരി ആശ്വാസം കിട്ടിയപ്പോൾ അവൻ വീണ്ടും ആ വഞ്ചിയിലേറി. പേടിച്ചു പേടിച്ച മരം പിടിക്കയാണ് ഓടുന്ന വഞ്ചികളെല്ലാം, പേടിച്ചു പേടിച്ച മരം പിടിക്കയാണ് ഓടുന്ന വഞ്ചികളെല്ലാം. ദീനം പിടിച്ചു മരിക്കാൻ കിടന്നവൻ വീണ്ടും ആ തോണിയിൽ കയറി, ദീനം പിടിച്ചു മരിക്കാൻ കിടന്നവൻ വീണ്ടും ആ തോണിയിൽ കയറി, വീണ്ടും ആ തോണിയിൽ കയറി, വീണ്ടും ആ തോണിയിൽ കയറി. അയാളുടെ കൂട്ടിന് ആ വൃദ്ധനുണ്ട്. അയാൾ അണിയത്ത് നിന്ന് വഞ്ചി ഊന്നുന്നു. ആ വൃദ്ധൻ അമരത്തുണ്ട്. ആ വഞ്ചി മെല്ലെ അങ്ങനെ നീങ്ങി നീങ്ങി നീ റാണിയുടെ തുരുത്തിനടുത്തെത്തിയപ്പോൾ അയാൾക്ക് വല്ലാത്തൊരു മോഹം. അവിടെ എത്തുമ്പോൾ, അല്ലെങ്കിൽ അതിനു മുമ്പ് അയാൾ പാടിക്കൊണ്ടാണ് വരുന്നത്. തൻ്റെ പ്രിയതമയ്ക്ക് വേണ്ടി അയാൾ പാടാറുണ്ട്. ഇപ്പോൾ ഈ കാറി ചുമ കാരണം പാടാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ അദമ്യമായ ഒരു മോഹം, അദമ്യമായ ഒരു പ്രേരണ, തൻ്റെ കാമുകിക്ക് വേണ്ടി പാടണം. അതുകൊണ്ട് ആ കാറിച്ചുമയെ കൈതട്ടി മാറ്റിയിട്ട് നെഞ്ചിൽ കൈവച്ചാണെങ്കിലും നെഞ്ച് നൊന്തവൻ ആ പ്രിയതമയ്ക്ക് വേണ്ടി പാടി. കൊച്ചിക്ക് പോരുന്നോ പെണ്ണേ, റാണിയാമെൻ്റെ പെണ്ണേ, എൻ്റെ മുറപ്പെണ്ണേ. കൊച്ചിക്ക് പോരുന്നോ പെണ്ണേ, റാണിയാമെൻ്റെ പെണ്ണേ, എൻ്റെ മുറപ്പെണ്ണേ. അട്ടമുടി കയറട്ടിയിട്ടോടുന്ന കേവ് വെള്ളത്തിൽ വരുന്നു, അട്ടമുടി കയറട്ടിയിട്ടോടുന്ന കേവ് വെള്ളത്തിൽ വരുന്നു, നീ കേവ് വെള്ളത്തിൽ വരുന്നു. ഓ ഓ അയാൾക്ക് ചുമ സഹിക്കാൻ മേല, ചുമച്ചു. പാട്ടും ആ ചുമയുമെല്ലാം കുടിലിരുന്ന റാണി കേട്ടു. അയ്യോ, നാണുവിന് എന്തു പറ്റി? ആ സ്വരത്തിന് വല്ലാത്തൊരു തളർച്ച, ഒരു നിരാശയുടെ ലാഞ്ചന ആ സ്വരത്തെ ബാധിച്ചിരിക്കുന്നു. എൻ്റെ നാണു ഒരിക്കലും അങ്ങനെ പാടിയിട്ടില്ല. നാണുവിന് വയ്യല്ലോ, വയ്യാതെ കിടപ്പായിരുന്നല്ലോ. അസുഖം പൂർണ്ണമായി ഭേദമാകുന്നതിന് മുമ്പ് എന്തിന് ഈ വഞ്ചിയിൽ കയറി, എന്തിന് അത്യധ്വാനത്തിന് വേണ്ടി ഇറങ്ങി? ഇത്തിരി ദിവസം കൂടി ഒന്ന് വിശ്രമിച്ചിട്ടെങ്കിൽ അസുഖം പൂർണ്ണമായി മാറിയന്. അവളുടെ മണ്ണെണ്ണ വിളക്ക് കൊളുത്തി. അപ്പോഴേക്കും ആ വഞ്ചി അവളുടെ ആ ദ്വീപിനടുത്ത് വന്ന് നിന്നു കഴിഞ്ഞു. ആ വൃദ്ധനോട് പറഞ്ഞിട്ട് അയാൾ വഞ്ചിയിൽ നിന്നിറങ്ങി. ദീപവും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് റാണി അങ്ങോട്ട് ചെന്നു. രണ്ടുപേരുടെയും കണ്ണ് നിറഞ്ഞുപോയി. അവളുടെ കണ്ണീർ കണങ്ങൾ ആ മണ്ണെണ്ണ വിളക്കിൻ്റെ ചെന്തി വെട്ടത്തിൽ തിളങ്ങി. അവൾ എന്തോ പറയാൻ വെമ്പി. അവളുടെ വാക്കുകൾ പുറത്തേക്ക് വന്നില്ല. ആകുലമാകുമ മൂകതയോടവൾ ഏതോ പറയുവാൻ നോക്കി, ആകുലമാകുമ മൂകതയോടവൾ ഏതോ പറയുവാൻ നോക്കി. അയാൾ അങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുമ്പോൾ അവൾ പറഞ്ഞു, ചോദിക്കയാണു ഞാൻ ദീനമിദേവരെ ഭേദമായി, പിന്നെ ചോദിക്കയാണു ഞാൻ ദീനമിദേവരെ
ദേഹം നുറുങ്ങുവാൻ വേദന കൂടുവാൻ പോകുന്നതെന്തിനാണിന്നേ? ദേഹം നുറുങ്ങുവാൻ വേദന കൂടുവാൻ പോകുന്നതെന്തിനാ നിന്നേ? പോകുന്നതെന്തിനാ നിന്നേ? അവൾ പൊട്ടിക്കരഞ്ഞുപോയി. അവൻ അവളുടെ കരച്ചിൽ കണ്ടിട്ട് ആ കണ്ണീർ തുടച്ചിട്ട് പറഞ്ഞു, വേല ചെയ്യാതെ ഞാൻ വീണു കിടക്കുകയും ആശകൾ മണ്ണടിയില്ലേ? വേല ചെയ്യാതെ ഞാൻ വീണു കിടക്കുകയും ആശകൾ മണ്ണടിയില്ലേ? സ്വന്തമായി തിരി മണ്ണു വാങ്ങിക്കുവാൻ ഒക്കുകിൽ ഭാഗ്യമായില്ലേ? സ്വന്തമായി തിരി മണ്ണു വാങ്ങിക്കുവാൻ ഒക്കുകിൽ ഭാഗ്യമായില്ലേ? ഒക്കുകിൽ ഭാഗ്യമായില്ലേ? ആ ഉത്തരം കേട്ട് അവൾക്ക് കരച്ചിൽ നിയന്ത്രിക്കാൻ വയ്യാതെയായി. പിന്നെ അവൾക്കൊരു അക്ഷരം ഉരിയാടാൻ കഴിഞ്ഞില്ല. കാരണം അയാൾ ഈ പറയുന്നത് ഈ സ്വപ്നങ്ങൾ പൂവണിയുക എന്ന് പറയുന്നത് താൻ കൂടി ഉൾപ്പെട്ട സ്വപ്നമാണ്. അതുകൊണ്ട് അവളൊന്നും മിണ്ടിയില്ല. അവൻ ഇതാ വഞ്ചിയിലേറിപ്പോകുന്നു. പേടിച്ചു പേടിച്ച മരം പിടിക്കയാണ് ഓടുന്ന വഞ്ചികളെല്ലാം. പേടിച്ചു പേടിച്ച മരം പിടിക്കയാണ് ഓടുന്ന വഞ്ചികളെല്ലാം. അത്യന്തമുഗ്രമായി പിന്നെയും പിന്നെയും ഗർജിച്ചു കായലും കാറ്റും. അത്യന്തമുഗ്രമായി പിന്നെയും പിന്നെയും ഗർജിച്ചു കായലും കാറ്റും. ഗർജിച്ചു കായലും കാറ്റും. ഗർജിച്ചു കായലും കാറ്റും. ആ കായലും കാറ്റുമെല്ലാം ഗർജിക്കുമ്പോൾ അയാൾ വഞ്ചി തുഴഞ്ഞു പോയി. അവൾ കണ്ണീരോടെ വിട പറഞ്ഞു. കാലാവസ്ഥയാകെ മാറിയിരിക്കുന്നു. ഇതാ വാർമഴവില്ലുകൾ ഒക്കെ മാഞ്ഞുപോയി. കാർമുകിൽ മാത്രമായി വാർമഴവില്ലുകൾ ഒക്കെയും മാഞ്ഞുപോയി. കാർമുകിൽ മാത്രമായി വിണ്ണിൽ. ക്രൂരമാം കാറ്റും അത്യുഗ്രമാം കായലും യുദ്ധമാണെപ്പോഴും തമ്മിൽ. ക്രൂരമാം കാറ്റും അത്യുഗ്രമാം കായലും യുദ്ധമാണെപ്പോഴും തമ്മിൽ. യുദ്ധമാണെപ്പോഴും തമ്മിൽ. റാണിക്കുറക്കമില്ല. റാണിക്കുറക്കമില്ലോമലാൽ വേദന തിന്നുകയല്ലേ? റാണിക്കുറക്കമില്ലോമലാൽ വേദന തിന്നുകയല്ലേ? തോഴനെ കണ്ടില്ല, തോണിയും വന്നില്ല, മഴ നിന്നതുക്കില്ല. തോഴനെ കണ്ടില്ല, തോണിയും വന്നില്ല, മഴ നിന്നതുമില്ല. മഴ നിന്നതുമില്ല. ആർത്തിരമ്പി പെയ്യുകയാണ് കാലവർഷം. അതിനൊരു നിലയ്ക്കലുമില്ല, നിലയ്ക്കുന്നില്ല. എപ്പോഴും അന്തരീക്ഷം ഇരുൾ മൂടിക്കിടന്നു. ഉച്ചയായാൽ അത് തിരിച്ചറിയാൻ വയ്യ. ഒരു ദിവസം ഉച്ചയ്ക്ക് കായലോരത്തവൾ നിന്നപ്പോഴുച്ചയ്ക്ക് കാർ കൊണ്ടു മാനമിരുണ്ടു. കായലോരത്തവൾ നിന്നപ്പോഴുച്ചയ്ക്കാണ് അയാളുടെ വഞ്ചി മറയാറുള്ളത്, അത് പ്രത്യക്ഷപ്പെടാറുമുള്ളത്. പക്ഷേ ഇപ്പോൾ നല്ല ഇരുളുമൂടിയ അന്തരീക്ഷം. അവൾ ആ അഴിമുഖത്ത് നിന്ന് വഞ്ചി പോലെ ഏതോ ഒന്ന് വരുന്നത് കണ്ടു. എന്താണെന്ന് വ്യക്തമല്ല. അത് മെല്ലെ മെല്ലെ നീങ്ങുന്നു. എന്തൊരു വേഗത കുറവാണതിന്. ആ കായൽ തിരകൾ ചീറുന്ന കായൽ തിരകളിൽ മുങ്ങിയും പൊങ്ങിയും അതിങ്ങനെ വരുന്നു. അതൊരു വഞ്ചി തന്നെ, ഒരു പ്രേതം കണക്കൊരു വഞ്ചി. അത് മെല്ലെ അവളുടെ അടുത്തേക്ക് എത്തിയപ്പോൾ ആ കാഴ്ച വ്യക്തമായി. അവിടെ അണിയത്ത് നിന്ന് ഊന്നാറുള്ള നാണുവിനെ കാണാനില്ല. ആ വൃദ്ധൻ അമരത്ത് കൂനി പിടിച്ചിരിക്കുന്നു. ആ ശൂന്യത അത് നേരിൽ കണ്ടപ്പോൾ, നേരില ശൂന്യത കാണവേ പെണ്ണീനു പോയിതു പാതിയും പ്രാണൻ. നേരില ശൂന്യത കാണവേ പെണ്ണീനു പോയിതു പാതിയും പ്രാണൻ. തോണിക്കമരം പിടിക്കുമാ
വൃദ്ധനു കൂനി പിടിച്ചിരിക്കുന്നു. തോണിക്കമരം പിടിക്കുമാ വൃദ്ധനു കൂനി പിടിച്ചിരിക്കുന്നു. കൂനി പിടിച്ചിരിക്കുന്നു. ആ കാഴ്ച കണ്ടവൾ വാവിട്ട് നിലവിളിച്ചു പോയി. കാരണം പായ് കൊടുക്കാത്തൊര തോണിക്കണിയത്തിൽ ആരുമില്ലൂന്നുവാൻ പാടാൻ. പായ് കൊടുക്കാത്തൊര തോണിക്കണിയത്തിൽ ആരുമില്ലൂന്നുവാൻ പാടാൻ. പിഞ്ചു കരളു തകരുമാറുച്ചത്തിൽ പെൺകോടി നിന്നു വിളിച്ചു. പിഞ്ചു കരളു തകരുമാറുച്ചത്തിൽ പെൺകോടി നിന്നു വിളിച്ചു. പെൺകോടി നിന്നു വിളിച്ചു. അവളുടെ ആ അലറി കരച്ചിൽ കേട്ടിട്ട് കേൾക്കാത്ത മട്ടിൽ ആ വൃദ്ധനിരിക്കുന്നു. ഒന്നും സംഭവിക്കാത്ത മാതിരി ഇരിക്കാൻ ശ്രമിക്കുകയാണ്. പക്ഷേ അയാൾ നിറഞ്ഞ കണ്ണുകളോടെ ആ ജലത്തിൻ്റെ ആഴത്തിലേക്ക് അങ്ങനെ കണ്ണും നട്ടിരിക്കുന്നു. റാണിയെ നോക്കി എന്തെങ്കിലും പറയണം എന്ന് അയാൾക്കുണ്ട്. പക്ഷേ വാക്കുകൾ പുറത്തേക്ക് വരുന്നില്ല. ഒടുവിൽ വളരെ ബന്ധപ്പെട്ട് നിരുദ്ധകണ്ഠനായി അയാൾ പറഞ്ഞു, കാലന്റെ കൈകൾക്ക് ചങ്ങല വയ്ക്കുവാൻ ആളല്ല നമ്മളിലാരും. കാലന്റെ കൈകൾക്ക് ചങ്ങല വയ്ക്കുവാൻ ആളല്ല നമ്മളിലാരും. റാണി ആ വാക്കുകൾ ശ്രദ്ധിച്ചു. കാലന്റെ കൈകൾക്ക് ചങ്ങല വയ്ക്കുവാൻ ആളല്ല നമ്മളിലാരും. അതൊരു ദുസ്സൂചനയല്ലേ? എന്തോ ദുരന്ത വാർത്ത പറയാനുള്ള തുടക്കമല്ലേ? അമ്മാവാ, അമ്മാവാ, എന്ത് സംഭവിച്ചു? എൻ്റെ നാണുവിന് എന്ത് സംഭവിച്ചു? പറയൂ, പറയൂ. ഒടുവിൽ അയാൾ വിറക്കുന്ന ചുണ്ടുകളോടെ പറഞ്ഞു, മോളെ റാണി, ഇന്നലെ രാത്രി എൻ്റെ ഈ കൈകളിൽ കിടന്നാണ് നാണു പോയത്. പെട്ടെന്ന് അയാളുടെ മനസ്സിലൂടെ ആ രംഗം, രാത്രിയിൽ കണ്ട രംഗം അങ്ങനെ കടന്നുപോയി. തന്മടി തട്ടിൽ വച്ചിന്നലെ രാത്രിയിൽ കണ്ണിനും കാതിനും താഴെ. തന്മടി തട്ടിൽ വെച്ചിന്നലെ രാത്രിയിൽ കണ്ണിനും കാതിനും താഴെ. ഏറ്റം തളർന്നൊരു ജീവനും മൃത്യു ഏറ്റുമുട്ടുന്നൊരു രംഗം. ഏറ്റം തളർന്നൊരു ജീവനും മൃത്യു ഏറ്റുമുട്ടുന്നൊരു രംഗം. ഏറ്റുമുട്ടുന്നൊരു രംഗം. ആ ദാരുണമായ രംഗം ആ വൃദ്ധന്റെ മനസ്സിലൂടെ കടന്നുപോയി. ഊർധ്വശ്വാസം വലിച്ച് പ്രാണന് വേണ്ടി കൈകാലിട്ടടിക്കുന്ന നാണുവിന്റെ ആ ചിത്രം അയാളുടെ മനസ്സിലൂടെ അങ്ങനെ കടന്നുപോയി. അയാൾ പറഞ്ഞു, മോളെ റാണി, നിന്റെ പേരിപ്പോഴും ഇറ്റു നിൽക്കുന്നൊരാ ചുണ്ടിനി കാണണോ കുഞ്ഞേ? നിന്റെ പേരിപ്പോഴും ഇറ്റു നിൽക്കുന്നൊരാ ചുണ്ടിനി കാണണോ കുഞ്ഞേ? ചുണ്ടിനി കാണണോ കുഞ്ഞേ? ആ വൃദ്ധൻ കണ്ണുനീർ തുടച്ചു. റാണി ആർത്തലിച്ചു കരയേണ്ടവളാണ്, മാറത്തടിച്ച് നിലവിളിക്കേണ്ടവളാണ്. പക്ഷേ അസാമാന്യമായ മനസാന്നിധ്യത്തോടു കൂടി അവൾ അത് നേരിട്ടിരിക്കുന്നു. അവൾ മാറത്തടിച്ചു കരഞ്ഞില്ല, വാവിട്ട് നിലവിളിച്ചില്ല. മാറത്തടിച്ചു കരഞ്ഞില്ല കായലിൽ, ചാടാൻ തുനിഞ്ഞില്ല റാണി. മാറത്തടിച്ചു കരഞ്ഞില്ല കായലിൽ, ചാടാൻ തുനിഞ്ഞില്ല റാണി. പാറയിൽ കൊത്തിയ രൂപം കണക്കുക, തീരത്തു നിന്നേതോ റാണി. പാറയിൽ കൊത്തിയ രൂപം കണക്കുക, തീരത്തു നിന്നേതോ റാണി. പ്രിയതമനെ നഷ്ടപ്പെടുന്ന അവസരങ്ങളിൽ പലപ്പോഴും സ്ത്രീകൾ ഈ മനോബലം കാണിക്കാറുണ്ട്. ഈ യാഥാർത്ഥ്യബോധത്തോടെ, മനസാന്നിധ്യത്തോടെ ആ ദുരന്ത വാർത്ത നേരിടാറുണ്ട്. റാണിയും അത് നേരിട്ടിരിക്കുന്നു. തനിക്ക് വന്നു ഭവിക്കാവുന്ന ഏറ്റവും വലിയ നിർഭാഗ്യം വന്നു ഭവിച്ചിരിക്കുന്നു. അതുൾക്കൊണ്ട് അവൾ ജീവിതം മുന്നോട്ട് നയിക്കുകയാണ്. ദിവസങ്ങൾ കഴിയുന്നു, ആഴ്ചകൾ കഴിയുന്നു, നാളുകൾ പിന്നെയും കൊഴിഞ്ഞു വീഴുന്നു. പിന്നെയും എത്രയോ മഞ്ഞുള്ള രാവുകൾ
കണ്ണുനീർത്തുള്ളികൾ വാർത്തു. പിന്നെയും എത്രയോ മഞ്ഞുള്ള രാവുകൾ കണ്ണുനീർത്തുള്ളികൾ വാർത്തു. പിന്നെയും എത്രയോ കാറ്റടിച്ചു കരപ്പച്ചകൾ എത്രമേൽ പൂത്തു. പിന്നെയും എത്രയോ കാറ്റടിച്ചു കരപ്പച്ചകൾ എത്രമേൽ പൂത്തു. കാലം പിന്നെയും മുമ്പോട്ട് പോകുമ്പോൾ ഒരു രാത്രി വന്നിരിക്കുന്നു. ആ നിലാവണി രാത്രി. ആ രാത്രി നിശയുടെ കണ്ണുനീർ തടം പോലെ ആ കായൽ അതിൻ്റെ പ്രതീകമായി നിൽക്കുന്നു. നിലാവണി രാത്രിയിൽ ആ കണ്ണീർ തടാകത്തിലൂടെ ഒരു വഞ്ചി നീങ്ങുന്നു. ഒരാളൊറ്റയ്ക്ക് തുഴഞ്ഞു പോവുകയാണ്. അത് മറ്റാരുമല്ല, റാണി. അവൾക്കൊരു ലക്ഷ്യമുണ്ട്. അവിടെ അല്പം അകലെ ഒരു ദ്വീപുണ്ട്, ഒരു മൺതിട്ടുണ്ട്. ആ മൺതിട്ടിലേക്ക് ആ വഞ്ചി ചെന്നടുക്കുന്നു. ആ വഞ്ചിയിൽ നിന്ന് അവൾ ഇറങ്ങുന്നു. തോണിയിൽ നിന്നൊരു പാടിലൽ പാടുടൽ ആമണൽ തിട്ടിയിലിറങ്ങുന്നു. തോണിയിൽ നിന്നൊരു പാടിലൽ പാടുടൽ ആമണൽ തിട്ടിയിലിറങ്ങും. ഇല്ലയിൽ രാക്കിളി കൂടണച്ചുള്ളൊരു മഞ്ഞപ്പടർപ്പിനു താഴെ. ഇല്ലയിൽ രാക്കിളി കൂടണച്ചുള്ളൊരു പുന്നപ്പടർപ്പിനു താഴെ. കൊച്ചു മൺകൂനയുണ്ടങ്ങിഞ്ഞു പുൽക്കോടി പച്ചപടർന്നതിൻ ചാരേ. കൊച്ചു മൺകൂനയുണ്ടങ്ങിഞ്ഞു കോടി പച്ചപടർന്നതിൻ ചാരേ. ആ നിഴൽ പാടു ചെന്നാഞ്ഞു വീഴും കരഞ്ഞോതും പരാതികളോടെ. ആ നിഴൽ പാടു ചെന്നാഞ്ഞു വീഴും കരഞ്ഞോതും പരാതികളോടെ. കരഞ്ഞോതും പരാതികളോടെ. കാമുകന്റെ മടിത്തട്ടിൽ ഒരു ഉന്മാദിനിയെ പോലെ ആർത്തലച്ച് കരഞ്ഞ് അവൾ ആ മൺതട്ടിന് മീതെ നാണുവിൻ്റെ ആ സ്മൃതി കുടീരത്തിൽ അങ്ങനെ കവിഴ്ന്നടിച്ചു വീഴുമ്പോൾ കായൽ തിരകൾ വന്ന് അടയടുക്കി വച്ചിരിക്കുന്ന ആ കല്ലുകളിൽ അടിച്ചു ശബ്ദമുണ്ടാക്കും. ആ ശബ്ദത്തിൽ പ്രതിധ്വനിക്കുന്നത് ഒരാളുടെ വികാരമാണ്, ഒരാളുടെ സ്വപ്നമാണ്, ഒരാളുടെ ശബ്ദമാണ്. അത് നാണുവിൻ്റെ ശബ്ദം. സ്വന്തമായി തീരി മണ്ണു വാങ്ങിച്ചതിൽ കൊച്ചൊരു കൂരയും കെട്ടി. സ്വന്തമായി തീരി മണ്ണു വാങ്ങിച്ചതിൽ കൊച്ചൊരു കൂരയും കെട്ടി. മാനമായി നിന്നെ ഞാൻ കൊണ്ടുപോവില്ലയോ താലിയും മാലയും ചാർത്തി. മാനമായി നിന്നെ ഞാൻ കൊണ്ടുപോവില്ലയോ താലിയും മാലയും ചാർത്തി. താലിയും മാലയും ചാർത്തി. ആ കഥ അങ്ങനെ അവസാനിക്കുമ്പോൾ ഒരു വാക്യം കൂടി ശേഷിക്കുന്നു. എന്തുകൊണ്ട് ഈ ദുരന്ത പ്രണയ കഥയാണിത് എന്ന് മാത്രം അദ്ദേഹം സങ്കല്പിക്കുന്നില്ല. അങ്ങനെ തിരുനെല്ലൂർ കരുണാകരന് ഒരു സങ്കല്പമില്ല. ഒരു ദുരന്ത പ്രണയകഥയായി നമുക്ക് സാമാന്യമായിട്ട് ഇതിനെ വ്യാഖ്യാനിക്കാം. എന്നാൽ ആ കഥയുടെ മൂർധന്യത്തിൽ, ആ കാവ്യത്തിൻ്റെ മൂർധന്യത്തിൽ നാണുവിൻ്റെ വാക്കുകൾ പ്രതിധ്വനിക്കുന്നതായി അദ്ദേഹം പറയുന്നു. സ്വന്തമായി ഇത്തിരി മണ്ണ് വാങ്ങിച്ച് അതിൽ കൊച്ചൊരു കൂരയും കെട്ടി മാനമായി നിന്നെ ഞാൻ കൊണ്ടുപോവില്ലയോ താലിയും മാലയും ചാർത്തി എന്ന് പറഞ്ഞാൽ ലോകത്തിനാകെ ഒരു ജീവിത മാതൃക അതാണ്. അല്ലാതെ ദൂരമൂത്ത് കോടികൾ സമ്പാദിക്കുക എന്നതല്ല മനുഷ്യൻ്റെ ലക്ഷ്യം. പരസ്പരം സ്നേഹിക്കുക, ഉദാത്തമായ ജീവിത സങ്കല്പത്തോടെ നാണുവിനെ പോലെ അധ്വാനിച്ച് ജീവിക്കുക, അധ്വാനത്തിൻ്റെ ഫലമുണ്ട് ജീവിക്കുക, അധ്വാനത്തിൽ നിന്ന് ചെറിയ സമ്പാദ്യമുണ്ടാക്കി അത്യാവശ്യം വേണ്ടുന്ന വസ്തുവകകളും വീടുകളും ഉണ്ടാക്കുക, മാന്യമായി ജീവിക്കുക, പരസ്പരം സ്നേഹിക്കുക. ഇതായിരിക്കണം ജീവിത ദർശനം എന്ന് ഉദ്ഘോഷിച്ചുകൊണ്ടാണ് തിരുനെല്ലൂർ കരുണാകരൻ റാണി എന്ന ഖണ്ഡകാവ്യം പൂർത്തീകരിക്കുന്നത്.
സഹൃദയരെ, സുഹൃത്തുക്കളെ, അങ്ങനെ ഈ കഥാപ്രസംഗം ഈ നല്ല ഓണാഘോഷവേളയിൽ ഈ നല്ല സമുദ്രതീരത്ത് പൂർണ്ണമാവുകയാണ്. കേട്ടിരുന്ന നിങ്ങൾക്ക് നന്ദി, സംഘാടകർക്ക് നന്ദി, പ്രിയമുള്ളവരെ, അഭിവാദ്യങ്ങൾ.